തമ്പിച്ചേട്ടനൊക്കെ ഇതൊരു റെഗുലറായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിയാണ്. എനിക്കാണ് പുതുമ. ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആൻറ്റി സമ്മാനിച്ച് പോവാണ് കേട്ടോ. ആ പൂവുമായിട്ട് ഞങ്ങൾ ഹോളിവുഡിലേക്കുള്ള യാത്ര. ഞാൻ പറഞ്ഞു സോഹനെ സ്പീഡ് കൂടുതലാണ്, ഇടയ്ക്ക് 100 പോകും 90 പോകും, ഇത് പോലീസ് പിടിക്കുന്നു. സോഹൻ എന്നെ പോലീസ് ഇപ്പോൾ ഞങ്ങൾ ഗ്യാസ് സ്റ്റേഷനോട്ട് കയറി 2 പോലീസുകാർ പുറകെ. ഹോളിവുഡിലെ ഒരു ഡബ്ബിംഗ് തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഡബ് ചെയ്യുന്നതിന് മുമ്പ് ഒരുങ്ങുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. കഥാപാത്രത്തിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാണുമ്പോൾ നമുക്കൊരു പഴയ ഓർമ്മകളും കഥാപാത്രമായിട്ട് കുറച്ചുകൂടെ ഒന്ന് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ. He's from India. He's a director. Are you really? And I'm going to produce his next movie. And that's why we're here today. തമ്പിച്ചേട്ടനെ നിങ്ങൾ ഭൂരിപക്ഷം പേർക്കും അറിയാവുന്നത്, തമ്പി ആൻ്റണിയെ അറിയാവുന്നത് ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലായിരിക്കും. നമ്മുടെ ഈ കൽക്കട്ട ന്യൂസ്, എന്തെല്ലാം മനോഹരമായ സിനിമകളാണ് തമ്പി ആൻ്റണി നമുക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്നത് ഇത്രയേറെ ഇപ്പോൾ തമ്പിച്ചേട്ടനെ കഴിഞ്ഞ ഒരു 12 വർഷത്തോളമായി അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ പറയാൻ തോന്നുന്നത്, ഇങ്ങനെ ഒരു കാൽപ്പനികമായ മനസ്സുള്ള ഒരു പ്രൊഡ്യൂസർ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വേറെ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. കാൽപ്പനിക മനസ്സുള്ള ഒരാളുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകുന്നയാൾ സോഹൻലാൽ ഒരു എഴുത്തുകാരനും സംവിധായകനും ഒക്കെയാണ്. അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ വേണമല്ലോ. അല്ലാത്തവരതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ 2 കാൽപ്പനിക മനസ്സുള്ളവരൊന്നിച്ച് മലയിടുക്കുകളിൽ കൂടെ ലോസ് ഏഞ്ചൽസിലേക്കുള്ള യാത്രയിലാണ്. തമ്പിച്ചേട്ടൻ ആക്ച്വലി ഈ വഴിയിൽ കുറച്ചുകൂടി ട്രാഫിക് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു സർപ്രൈസിംഗ്ലി ദർ ഇസ് നോ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞ അതിൽ തമ്പിച്ചേട്ടൻ്റെ ഒരു ചെറിയ നിരാശയുണ്ടോ എന്ന് പോലെ എനിക്ക് തോന്നിപ്പോയി ഈ ട്രാഫിക് ഇല്ലാത്തത്. ആൾക്കാർ വരുമ്പോൾ എല്ലാം ട്രാഫിക്കൊക്കെ പോലീസുകാർ പറഞ്ഞ് മാറ്റിക്കാണ്. അതെ അതെ വലിയ ആൾക്കാരെ കാണില്ല. അതെ അതെ. അല്ല, സ്പീൽബർഗിനെയും ജെയിംസ് കാമറൂണിനെയും കാണാൻ വരുന്നു എന്നുള്ളതല്ല, തമ്പി ആൻ്റണി വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതല്ലേ, നമ്മളെപ്പോഴും ഈ ഒരാളെ കാണാൻ വരുന്നത് കൊണ്ടല്ലല്ലോ, ആര് കാണാൻ വരുന്നു എന്നുള്ളതിന്റെ പ്രധാനം. അതെ, നമുക്കിതിന്റെ തമ്മനയിൽ ആക്ച്വലി ആദ്യം നമുക്കൊരു പൊട്ടുകുറ്റിയും അതിങ്ങനെ തള്ളുന്ന ഒരു പടമായിരിക്കണം. ലോസ് ഏഞ്ചൽസും നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ ഒക്കെ. പിന്നെ അതെ അതെ അതെ, സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് ഒരു പൊട്ടുകുറ്റി. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്നുകുളം പോൽ തുടുശോഭയഴും ഹൈ ഡിയേഴ്സ്, ഞങ്ങളിങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഹോളിവുഡിലേക്കാണ്, ലോസ് ഏഞ്ചലസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര.
നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട തമ്പി ആൻ്റണിയുണ്ട്. ഏകദേശം 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാലിഫോർണിയയിൽ ഡ്രൈവ് ചെയ്യുന്നത്. കൂടുതലും തമ്പിച്ചേട്ടൻ തന്നെയായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്, പക്ഷേ ഇടയ്ക്ക് ഞാനും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഈ യാത്രയുടെ കൂടുതൽ കാര്യങ്ങൾ തമ്പി ആൻ്റണി ആയിരിക്കും നിങ്ങളോട് പറയുന്നത്. പിന്നെ നമ്മുടെ തമ്പിച്ചേട്ടനടുത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, തമ്പിച്ചേട്ടൻ ഇത്രയും വർഷമായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോഴേ തമ്പിച്ചേട്ടനൊക്കെ ഇതൊരു റെഗുലറായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിയാണ്. എനിക്കാണ് പുതുമ. ഞാനും ഇവിടെ കണക്റ്റിക്കട്ട് എന്നുള്ള സ്റ്റേറ്റിൽ ഞാൻ പലപ്പോഴും ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. കാലിഫോർണിയയിൽ ഇതും ഞാൻ ആദ്യമായിട്ടാണ് കാറ് ഓടിച്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ലോസ് ഏഞ്ചലസിലേക്ക് പോകുന്ന വഴിയോര കാഴ്ചകൾ കണ്ട് പോകാം. രണ്ടുപേരും കൂടെ ഇപ്പം ബേറിയ കഴിഞ്ഞിട്ട് നേരെ ഹോളിവുഡിലേക്ക് പോകാനാണ്. നാളെയാണ് ഞങ്ങളുടെ റെക്കോർഡിങ്. തമ്പിച്ചേട്ടൻ ഇവിടെ ഒരു ഹോളിവുഡ് സിനിമയിൽ അഭിനയിച്ചു, ഒരു ഇംഗ്ലീഷ് സിനിമയിൽ. അപ്പോൾ അതിൻ്റെ ഡബ്ബിംഗ് ആണ് ഈ ലോസ് ഏഞ്ചലസിൽ ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഉള്ളത്. എനിക്ക് തോന്നുന്നു നമുക്ക് പറ്റുവാണെങ്കിൽ ഞങ്ങളത് ഷൂട്ട് ചെയ്ത് കാണിക്കാം. എങ്ങനെയാണ് ഇവിടുത്തെ ഡബ്ബിംഗ് എന്ന് കൂടി നമുക്ക് നോക്കാമല്ലോ. ഞാനും ആദ്യമായിട്ടാണ് ഒരു ഹോളിവുഡിൽ ഡബ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇംഗ്ലീഷ് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഷിക്കാഗോയിലും ഒക്കെയാണ് കൂടുതലും ഡബ്ബിങ് നടന്നിട്ടുള്ളത്. ഇവിടെ ടെക്നോളജി വെച്ച് എവിടെയും ഡബ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഹോളിവുഡിലൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഈ പടത്തിൻ്റെ തന്നെ കുറേ ഭാഗങ്ങൾ ഹോളിവുഡിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഹോൾ ഓഫ് ഫെയിം, വാക്ക് ഓഫ് ഫെയിം എന്നില്ല പോകുന്നത്. ഈ ഹോളിവുഡ് ആൾക്കാരുടെ പടമൊക്കെ വെച്ചിരിക്കുന്ന റോഡിലെ അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു സ്റ്റുഡിയോയിലാണ് ഡബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സൗത്തിലേക്ക്, സാൻ ഫ്രാൻസിസ്കോ സൗത്തിലേക്കാണ് പോകുന്നത്. സൗത്തിലേക്ക് പോകുന്നതോറും കൃഷി സ്ഥലങ്ങളും മഴയൊക്കെ കുറവാണ്. പക്ഷേ കനാല് കൊണ്ട് വെള്ളം ഒഴുകിയാണ് കൃഷി ചെയ്യുന്നത്. മുഴുവൻ കൃഷി സ്ഥലങ്ങളാണ്. സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ അല്ലെ കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണെങ്കിലും സിറ്റി വിട്ട് കഴിഞ്ഞാൽ ആൾക്കാരില്ല, വളരെ പോപ്പുലേഷൻ കുറവാണ്. കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പിന്നെ സൗത്തിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്തോറും ചൂട് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ മെക്സിക്കോ അടുക്കുമ്പോഴാണ് ഈ ഡെത്ത് വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഡെത്ത് വാലി അവിടെ പണ്ട് ഒരുപാട് പേര് മരിച്ചിട്ടുള്ളതാണ്. അന്ന് വണ്ടിയൊന്നും ഇല്ലാത്തപ്പോൾ കാളവണ്ടിക്ക് നടന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ഓടി എത്താൻ വേണ്ടി ഗോൾഡ് റഷ് എന്ന് പറഞ്ഞാൽ 1847 ഗോൾഡ് റഷ്. സാൻ ഫ്രാൻസിസ്കോ ഗോൾഡ് കണ്ടുപിടിച്ചു. ഗോൾഡ് കിട്ടാൻ വേണ്ടി എല്ലാവരും കൂടെ, നമ്മൾ ഗൾഫിലേക്ക് ഓടിപ്പോയ പോലെ എല്ലാവരും കൂടെ വന്ന് അങ്ങനെ 10,000 പേര് അവിടെ ഒന്ന് ചൂട് കൊണ്ട് മരിച്ചു ഈ വരവിൽ. അങ്ങനെ ഓടി വന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ എല്ലാവരും സെറ്റിലായി. അങ്ങനെ ഉണ്ടായ ഒരു സിറ്റിയാണ് സാൻ ഫ്രാൻസിസ്കോ. അതാണ് ഈ ഗോൾഡൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കാലിഫോർണിയ. അവിടെ സാക്രമെൻ്റോ റിവറിന് പിന്നെ ഗോൾഡ് കണ്ടു. ഇപ്പോഴും ഗോൾഡ് ഉണ്ട്, പക്ഷെ ഗോൾഡ് എടുക്കണമെങ്കിൽ സ്വർണ്ണത്തെക്കാളും വില, ലേബർ കൂടിയതുകൊണ്ട്. അതുകൊണ്ടായിരിക്കും ഈ സാൻ ഫ്രാൻസിസ്കോയിലെ കൂടുതൽ സ്ഥലങ്ങൾക്കും ഈ സ്പാനിഷ് പേരുകളും ഒക്കെ അല്ലേ, ഈ മെക്സിക്കൻ. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എല്ലാം, ഗോൾഡൻ ഗേറ്റ് പാർക്ക് എല്ലാം ഗോൾഡ് കൂട്ടിയാണ് വന്നത്. അതായത് ഇന്ത്യയിലെ മൈസൂരിലെ ഗോൾഡൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കാലിഫോർണിയയാണ് ഗോൾഡൻ സ്റ്റേറ്റ്. പിന്നെ ഈ മെക്സിക്കോ എന്ന് പറയുന്നത് കാലിഫോർണിയയുടെ ബോർഡറാണ്, ടെക്സസിന്റെ ബോർഡറാണ്. സദേൺ പാർക്ക്. തമ്പിച്ചേട്ടൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് മെക്സിക്കോയില്? ഞാൻ ഒരു പ്രാവശ്യം ക്രൂസിൽ പോയിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം മെക്കാലൻ എന്ന് പറഞ്ഞ സ്ഥലം ടെക്സസിന്റെ അങ്ങേയറ്റമാണ്. അവിടുന്ന് നമ്മൾ നടന്ന് മെക്സിക്കോയിലേക്ക് പോകും. ഒരു പാലം കടന്നാൽ മെക്സിക്കോ 1 കിലോമീറ്റർ പോകുന്ന വഴി പിള്ളേരൊക്കെ ബോർഡർ കിടക്കുമ്പോഴേ അറിയാം പിള്ളേരൊക്കെ ഇങ്ങനെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കും. ദാരിദ്ര്യമായുള്ള സ്റ്റേറ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ബോർഡർ കിടക്കുമ്പോഴേ നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പഞ്ചാബി ടച്ച് എന്ന് പറയും. പാട്ടും മേളവും ട്രാഫിക്കും. അയ്യോ, എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഒരിക്കൽ കാൻകൂൺ പോയിട്ടുണ്ടേ ഈ മെക്സിക്കോയുടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു അനുഭവമായിരുന്നു ഈ കാൻകൂൺ. അതെ, കാൻകൂൺ നമ്മൾ ഒരു കറക്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആയിരുന്നു ഞാൻ ആ പോയ സ്ഥലമൊക്കെ. ഞാൻ വളരെ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ആ കാൻകൂൺ ട്രിപ്പ്. അതെ, അങ്ങനെ ഒരു മെക്സിക്കൻ യാത്ര പ്ലാൻ ചെയ്യണം. ഒരു നോർത്ത് ഇന്ത്യൻ ടൗണിൽ ചെല്ലുന്നത് പാട്ടും മേളവും വണ്ടിയും
വഴിയിലൊക്കെ ഇരുന്ന് പിന്നെ ആൾക്കാരെ വിളിക്കുക, പെട്രോൾ പോലീസിങ്, ആണോ? ടോട്ടലി ഡിഫറെന്റ്. ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ചെക്കിങ് ഒക്കെ ഉണ്ട്, പാസ്പോർട്ടൊക്കെ. കാര്യം 1 കിലോമീറ്റർ ഒരു ബോർഡർ കിടക്കും. അതെ. അതുണ്ടായിരുന്നു കേട്ടോ. ഞാനും അത് ഏറ്റവും രസമുള്ളതാ. ഇപ്പം നമ്മൾ അമേരിക്ക, മെക്സിക്കോ, നമ്മൾ ആ ഒരു ഇപ്പൊ ഫ്ലൈറ്റിൽ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു ചെക്കിങ്ങും അല്ല, വളരെ വാം വെൽക്കം പോലെയാണ് ഈ മെക്സിക്കോയിൽ എത്തുമ്പോൾ. പക്ഷെ മെക്സിക്കോയിൽ നിന്ന് നമ്മൾ ഈ അമേരിക്കയിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ചെക്കിങ്ങാണ്. അപ്പൊ എനിക്കൊന്ന് ഈ ഒരു ഇല്ലീഗൽ ഇമിഗ്രൻസ് ഏറ്റവും കൂടുതൽ അങ്ങനെ കടക്കുന്നതൊക്കെ കൊണ്ടായിരിക്കും അല്ലേ? അല്ല, പിന്നെ അങ്ങനെ നമ്മുടെ സിനിമ വരെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോഴ് മെക്സിക്കോയിലൂടെ ഈ അമേരിക്കയിലേക്ക് കടക്കുന്ന ഇന്ത്യൻസിന്റെ ഒക്കെ കഥ വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഒരു മെക്കാലിൽ നിന്ന് ഞാൻ മെക്സിക്കോയിലൂടെ നടന്നു പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ്. പിന്നെ അവിടെ ബോർഡർ പെട്രോളിന് അവിടെ വലിയ ഫെൻസ് ഉണ്ടല്ലോ, ട്രംപ് ഉണ്ടാക്കിയ ഫെൻസ്. ആ ഫെൻസിന്റെ അവിടെ എല്ലാം പോയി. അവിടെ ഒരു മലയാളിയെ പരിചയമുണ്ടായിരുന്നു. പുള്ളിക്ക് അവിടെ പോകാനുള്ള പെർമിഷൻ ഉണ്ട്. എന്തോ അവിടെ കൃഷിയൊക്കെ കൂടി. അതിന്റെ ആ ഓർമ്മയിൽ ഞാൻ മെക്സിക്കൻ മതിൽ എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. അത് ദേശാഭിമാനിയിലാണ് വന്നത്, മെക്സിക്കൻ മതിൽ. അതിന്റെ എന്താണ് തമിഴ്ചേട്ടാ, അതിന്റെ ഒരു വൺ ലൈൻ എന്താണ് ഈ മെക്സിക്കൻ മതിലിന്റെ? ഞാൻ വായിച്ച കഥയാണ്. ഞാനിത് ഈ നമ്മളിത് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട്. കാലിഫോർണിയയിലെ ഒരു ടൗണിലെ ഒരു ഹോംലെസിന്റെ കഥയാണ്. ആ ഹോംലെസിനെ ഞാൻ കണ്ടപ്പോൾ അയാള് മെക്സിക്കൻ ഇല്ലീഗൽ പിന്നെ ഇമിഗ്രന്റ് ആണ്. പുള്ളിക്കാരന്റെ ഹാൻഡിക്യാപ്റ്റാണ്, അവിടെ നിന്ന് യാചിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയാണ് ഈ മെക്സിക്കൻ മതിൽ. അദ്ദേഹം ഡ്രഗ് ഡീലിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പുള്ളി രാത്രിയിൽ പുള്ളിയെ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ട് ആൾക്കാർ വന്ന് പുള്ളിയെ കൊണ്ടുപോകും. ഡ്രഗ് ഡീൽ, പുള്ളി ഡ്രഗും വെക്കുന്നുണ്ട്. കണ്ടാ ഒരു ഹോംലെസ് ഒന്ന് തോന്നുകയില്ല, നല്ല ഉടുപ്പൊക്കെ ഇട്ട് ചുമ്മാ അവിടെ ഇരിക്കും, ഒന്നും ചോദിക്കുകയില്ല ആരോടും. ഞാനൊരു ദിവസം കൗതുകത്തിന് ചോദിച്ചു, നോക്കിയപ്പോൾ പറഞ്ഞു ഞാൻ ഹംഗ്രി എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു ചീസ് ബർഗറൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ സ്ഥിരം ഞാൻ ലഞ്ചിന് പോകുമ്പോൾ എന്ന് ഓരോ ബർഗർ മേടിച്ചു. പ്രാവശ്യം ഞാൻ ഇത് ചീസ് ബർഗർ മേടിക്കാതെ പറഞ്ഞു വേർ ഇസ് മൈ ഫുഡ് എന്ന് ചോദിച്ചു. അപ്പൊ പിന്നീട് എനിക്കൊരു കൗതുകം, അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇമാജിൻ ചെയ്തൊരു കഥയാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹം വന്നതും റേഗ്രാൻഡ് നദിയൊക്കെ ക്രോസ് ചെയ്ത് വന്നതും പോലീസിന് വെട്ടിച്ച് ഓറഞ്ച് തോട്ടങ്ങളിൽ ഒളിച്ചിരുന്നതും അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു ഇവിടെ വന്നതും പിന്നെ അദ്ദേഹം തിരിച്ചു പോകുന്നതും ഒക്കെയാണ് കഥ. മെക്സിക്കൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഇന്റർനാഷണൽ സ്റ്റോറിയാണ് ഇവിടുത്തെ ഒരു ലൈഫ്, മെക്സിക്കൻ ഇമിഗ്രൻസിന്റെ ലൈഫ്. കാർലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഈ കോട്ടയത്ത് എത്ര മത്തായിമാരെന്ന് പറഞ്ഞാൽ മെക്സിക്കൻ ഇഷ്ടംപോലെ കാർലോസ് ഉണ്ട്. ഗോതമ്പ് എത്ര എൽദോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു 10ൽ ഒരാൾ കാർലോസ്. അത് ഇയാൾക്ക് ഞാൻ കാർലോസ് കിട്ടും. 10ൽ ഒരാൾ കാർലോസ്. കാർലോസിന് പൗണ്ട് വരാം. നമ്മുടെ നാട്ടില് ചില പേരുകളില്ലേ, ഗോതമ്പ് എൽദോസ് ഇല്ല 10 പേരിലാണ് എൽദോസ്. അതെ. അല്ല, ജോൺ എബ്രഹാമിന്റെ ഒരു കഥയുണ്ട്, കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട്. അതൊക്കെ ഞാൻ ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കാർലോസിന്റെ കഥയാണ് മെക്സിക്കൻ. എനിവേ, അപ്പൊ ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. ഓൺ ദ വേ ടു ഹോളിവുഡാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പാണ് ഫോർ ലഞ്ച്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന മക്ഡൊണാൾഡ്സ്. wherever you go there is McDonald's. കുറേ നാൾ കൂടി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വേറെ ഇൻ ആൻഡ് ഔട്ട് ഉണ്ട് കാലിഫോർണിയയിൽ. അതുപോലെ തന്നെ ഇതിലും നല്ലൊരു കടയാണ്, പക്ഷെ അത് എല്ലായിടത്തും ഇല്ല. സോ വി ആർ എൻജോയിങ് ദ മീൽസ് വിത്ത് സോഹല്ല. ലഞ്ചൊക്കെ കഴിഞ്ഞ് നേരെ ഹോളിവുഡിലേക്ക്. ഇനി അടുത്ത സ്റ്റോപ്പ് ഹോളിവുഡാണ്, വാക്ക് ഓഫ് ഫെയിം. അതിലേക്കൊന്ന് കറങ്ങി ഞങ്ങൾ നേരെ ഓറഞ്ച് കൗണ്ടിൽ. ഇപ്പോൾ സോഹൻലാലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഹോളിവുഡിൽ 2ാമത്തെ പ്രാവശ്യമാണ്. വളരെ ഹാപ്പിയാണ്. എനിക്ക് നാളെ ഡബിങ് ഉണ്ട്, അപ്പോൾ ഡബിങ് തിയേറ്ററിലൊക്കെ ഞങ്ങൾ പോകും. അതെ, ഹോളിവുഡിലേക്ക് 3ാമത്തെ പ്രാവശ്യമാണ്, LA-ലേക്ക്. അതെ, പക്ഷെ ഞാനിത് കാലിഫോർണിയയിൽ ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ.
ഞാൻ ന്യൂലൻഡില്ല, അത് കണക്റ്റിക്കട്ടിൽ പലപ്പോഴും ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അവിടെ കാറ് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് കുറേ ദിവസങ്ങൾ ഒരുമിച്ച് തന്നെ ഡ്രൈവ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ കാലിഫോർണിയയിൽ ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതും തമിഴ്നാട് 100 മൈൽ സ്പീഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പവിഴം പോൽ ഓക്കെ ഓക്കെ. പക്ഷെ നമ്മുടെ എഡിറ്റർ സാജൻ കഴിഞ്ഞ ദിവസം എനിക്ക് തന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് കേട്ടോ. നമ്മൾ ഈ കാറുകളെ കുറിച്ച് ഇപ്പോൾ തമ്പിച്ചേട്ടന് തന്നെ 3 കാറുണ്ട്. അതിലിപ്പോൾ ടെസ്ലയുടെ തന്നെ പഴയ ഏറ്റവും ആദ്യം ടെസ്ല കാർ യൂസ് ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരാളാണ് തമ്പിച്ചേട്ടൻ. ആ കാറിനെ കുറിച്ച് പറ തമ്പിച്ചേട്ടാ. ആദ്യം 12 years ആയി. ആദ്യത്തെ ടെസ്ല ഓൺലൈനിൽ ബുക്ക് ചെയ്ത കൂട്ടത്തിൽ ഞങ്ങൾ. അപ്പം എനിക്കൊന്ന് അന്ന് മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ആക്ടർ ഹു ഓൺ ടെസ്ല, മലയാളം ആക്ടർ. അതിപ്പോൾ 12th year ആണ്. അപ്പോൾ സ്റ്റിൽ റണ്ണിങ് ഗുഡ്. ഞങ്ങൾ ടെസ്ല എടുത്തില്ല, ഞങ്ങൾ മറ്റേ വണ്ടി എടുത്തത്. കാരണം ഇടയ്ക്ക് ചാർജ് ചെയ്യണമല്ലോ. അന്നൊക്കെ റേഞ്ച് കുറവാണ്. അപ്പം പുതിയ കാറുകൾക്ക് റേഞ്ച് കൂടുതൽ. ടെസ്ലയിൽ ആക്ച്വലി ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഡെലവെയർ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടെസ്ലയുടെ അങ്ങനെ ഒരു ലോങ് ഡ്രൈവ് പോകുമ്പോഴൊക്കെ ഉള്ളത്, ടെസ്ലയുടേതല്ല, എല്ലാ ഈ ഇലക്ട്രിക് വെഹിക്കിളുകൾ കാറുകളുടെ പ്രശ്നം നമ്മൾ ഇടയ്ക്ക് ഈ പ്രത്യേകിച്ച് ഈ ഉച്ച വെയിൽ സമയത്തൊക്കെ നമുക്ക് ഏതെങ്കിലും ചാർജിങ് സ്റ്റേഷൻ അന്വേഷിച്ചിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കിടക്കേണ്ടി വരും. അപ്പോൾ അത് കുഴപ്പമാണ്. മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ തമ്പിച്ചേട്ടൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി ഒന്ന് പറയൂ. അതായത് നമ്മുടെ ഇവിടുത്തെ ഈ കൃഷിയിടങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മുടെ ഈ സൈഡിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ ഇപ്പോഴ് ആപ്പിള് അങ്ങനെ കുറച്ച് തമ്പിച്ചേട്ടൻ പറഞ്ഞു. ആപ്പിള്, ഓറഞ്ച്, വാൾനട്ട്, പ്ലം, പീച്ച്, ആപ്പിള്, എല്ലാ ഫ്രൂട്ട് ട്രീകളും ഇവിടെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുന്തിരിത്തോട്ടങ്ങളുണ്ട്. പിന്നെ ചോളമുണ്ട്. കാലിക്കോട്ടെ ഒരു ധാരാളം കൃഷി സ്ഥലമുള്ള സ്ഥലമാണ്. ഗോതമ്പൊക്കെ ഉണ്ട്. പിന്നെ വെള്ളം ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടാണ് അവർ കൃഷിയൊക്കെ. അന്നേരം മഴ കുറവാണ് ഇവിടെ സതേക്കാലം. പക്ഷേ മഴ കുറവാണെങ്കിലും വെള്ളം നന്നായിട്ട് കനാലിൽ കൂടെ കൊണ്ടുവന്നിട്ടാണ് കൃഷി. ഇറിഗേഷൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാമിംഗ് സ്റ്റേറ്റാണ് കാലിഫോർണിയ. ഇപ്പം നമ്മൾ എല്ലാ വരെ ഇങ്ങനെയുള്ള കൃഷി സ്ഥലങ്ങളും സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ കണ്ടില്ല. പിന്നെ നമ്മൾ ആക്ച്വലി നാട്ടിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ഇതുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ 80 മൈൽ സ്പീഡ്, അതായത് നമ്മളുടെ നാട്ടിലെ ഈ 125 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വളരെ നോർമൽ സ്പീഡായിട്ടാണ് നമുക്ക് ഇവിടെ ഓടിക്കുമ്പോൾ തോന്നുന്നത്. ഇവിടെ നമുക്ക് ആ 80 കിലോമീറ്ററിന് കുറച്ച് നമുക്ക് ഓടിക്കാൻ തോന്നില്ല. അപ്പോൾ നാട്ടിൽ പക്ഷേ നമ്മുടെ അവിടുത്തെ റോഡുകളും ഒക്കെ നോക്കുമ്പോൾ നമ്മളൊരു 125 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി നമ്മുടെ 120 കിലോമീറ്റർ സ്പീഡിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടം, കോവളം ബൈപ്പാസിലുമൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോകാം കേട്ടോ. നമ്മുടെ റോഡുകൾ നമ്മളെപ്പോഴും ഈ ഒരു വിദേശ രാജ്യത്ത് വരുമ്പോഴെല്ലാവർക്കും ഉള്ളൊരു ടെൻഡൻസിയാണ് നമ്മുടെ നാടിനെ കുറ്റം പറയുക എന്നുള്ളത്. പക്ഷേ എനിക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കാനും ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നല്ല രസമുള്ള റോഡാണ്. ഈ കോവളം, കഴക്കൂട്ടം, ആ ബൈപ്പാസും ഒക്കെ നമുക്ക് ചുമ്മാ ഒരു 120 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഭയങ്കര രസമായിട്ട് വണ്ടി ഓടിച്ചു പോകാം. അതുപോലെ എറണാകുളത്തും അങ്ങനെ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. ഈവൻ നമ്മുടെ വില്ലേജ് ഏരിയകളിലുള്ള ഈ റോഡുകൾ പോലും രസമാണ്. ഈ പലതും നല്ല വൃത്തിയുള്ള റോഡുകളായി മാറിയിട്ടുണ്ട്. പണ്ടൊക്കെയാണ് നമ്മുടെ എല്ലാ റോഡുകളും കുണ്ടും കുഴിയും എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴും ഡെഫിനറ്റ്ലി ഉണ്ട് ചില റോഡുകളിലുള്ള ഇതൊക്കെ നമ്മളിങ്ങനെ. പക്ഷേ എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഈ കുഴപ്പമായിട്ട് കിടക്കുന്ന ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ ഇവിടെ നമുക്ക് തോണി ഇറക്കാമല്ലോ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഓക്കെ ഒരു ട്രക്കിനെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള റോഡുകളാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതാ കേരളത്തിൻ്റെ ഇത്ര വൃത്തികെട്ട മുഖം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ ഒരുപാട് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ ഒരുപാട് റോഡുകൾ ഇപ്പോഴും വളരെ നല്ല റോഡുകളാണ്. അതെ 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 തീർച്ചയായിട്ടും. വേറൊരു ബീഹാറോ അല്ലെങ്കിൽ ഉത്തർപ്രദേശോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക്
അമേരിക്കൻ കേരളം പോലാണ് അതെ 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 കേരളം is much better than any other state in India. അതെ. ഈ കേരളത്തിൻ്റെ തമ്പിച്ചേട്ടാ ഞാൻ പണ്ട് ഇപ്പോൾ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര പോലും ദുബായിലേക്കായിരുന്നു. ദുബായ് മീഡിയ സിറ്റിയിൽ MET എന്നുള്ള ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അക്കോമഡേഷൻ ആദ്യം ബർദുബായിലായിരുന്നു കുറേ കാലം, പിന്നെ ഷാർജയിൽ ഒരു സമയത്ത് അക്കോമഡേഷൻ മാറി. അപ്പോൾ ഈ ഷാർജ ബർദുബായ് നമ്മുടെ ഈ ഒരു ട്രാവലിൽ എപ്പോഴും അത്ഭുതത്തോടെ നമ്മളിങ്ങനെ മൂക്കിൽ വിരൽ കൊടുത്തിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് US ടെക്നോളജിയുടെ ഒരു ബിൽഡിംഗ്. ഒരു ഭയങ്കര വലിയ ഒരു ബിൽഡിങ്ങാണ്. ഇപ്പോൾ ആ സെയിം ബിൽഡിംഗ് ഈ US ടെക്നോളജിയുടെയൊക്കെ ലോകത്തെ എല്ലായിടത്തും ഒരേ രീതിയിലുള്ള ബിൽഡിംഗ് ആണല്ലോ. അപ്പോൾ ആ സെയിം ബിൽഡിംഗ് നമ്മുടെ കാര്യവട്ടത്ത് ടെക്നോ പാർക്കിലുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ ടെക്നോ പാർക്ക് ഈ കഴക്കൂട്ടം കോവളം ബൈപ്പാസിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആണോ? ഓക്കെ. അതെ അതെ. പക്ഷെ അതിന് മുൻപൊക്കെ നമ്മുടെ ഈ സിലിക്കൺ വാലിയൊക്കെ അതിന് മുന്നേ ഇല്ലേ? ഇന്ത്യയിൽ ഇത് വരുന്നത് അല്ലേ? ഓക്കെ. നമ്മുടെ ആക്ച്വലി ഈ ടെക്നോ പാർക്ക് എന്നുള്ള കൺസെപ്റ്റിന്റെ പിറകിൽ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ജോർജ് മാത്യു സാറല്ലേ? ഈ ജോർജ് മാത്യു സാറൊക്കെ ഈ ആ ഒരു ആദ്യത്തെ ഈ ഒരു ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. അതെ അതെ. ഇല്ല അത് തമ്മിച്ചേട്ടാ കുറച്ച് 100-ൽ പോട്ടെ വേണ്ടേ? ഓക്കെ. ഓക്കെ. അതെ അതെ അതെ. ഇല്ല ഞാൻ 8-ൽ തന്നെ പോവാം. ഓക്കെ. ഇപ്പോഴും മുന്നിലത്തെയാണോ കാണിക്കുന്നേ? അയ്യോ ദേ ഈ മുന്നിൽ പോകുന്നവൻ ഭയങ്കര ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ് കേട്ടോ. ഇയാൾ പോകുന്നത് കണ്ടല്ലോ. ഇത്രയും ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇയാൾ ഒഴുകി ഇപ്പുറത്തെ ട്രാക്കിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. സാധാരണ ഒരിക്കലും നമ്മൾ അമേരിക്കയിലെ വണ്ടി ഓടിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ സുഖം അടുത്ത ട്രാക്കിലുള്ള ഒരാൾ ഒരിക്കലും നമ്മളിലേക്ക് കയറി വരില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷേ ഞാനിപ്പോൾ തമ്പിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, തമ്പിച്ചേട്ടാ ഈ കാർ ഓടിക്കാൻ നല്ല രസം. ഈ എന്തോ അതെ അതെ അതുകൊണ്ടോ ഒഴുകുന്നല്ലേ? അതെ അതെ അതെ. പക്ഷേ ഈ BMW M6 ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതൊരു സ്പോർട്സ് കാറാണ്. അപ്പോൾ ഇതിന് ഈ കാറിന് തന്നെ നല്ലൊരു ഒരു വെയിറ്റുള്ള കാറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് സ്പീഡ് കൂട്ടിയാലും ഒക്കെ തമ്പിച്ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറയുകയാണ്. എനിക്കിങ്ങനെ ഈ ഒരു 100 മൈലിന് താഴെ ഓടിക്കാനേ തോന്നുന്നില്ല. പക്ഷേ അതെ അതെ. പക്ഷെ തമ്പിച്ചേട്ടൻ ഇങ്ങനെ ഒരു 80 ലിമിറ്റ് ചെയ്യൂ ഏത് സമയത്തും. ഞങ്ങളിപ്പോഴ് ഹോളിവുഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരുടെയും ആഗ്രഹമല്ല. ഇന്ന് രാവിലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു കേട്ടോ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ അപ്പുവിൻ്റെ സത്യാന്വേഷണം എന്നുള്ള മൂവിയിൽ ഈ ബെസ്റ്റ് ചൈൽഡ് ആക്ടർ അവാർഡ് കിട്ടിയ ഋതുൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഋതുവിൻ്റെ അമ്മ സിമി. അപ്പോൾ സിമിയോട് സിമി ഇപ്പോൾ തമ്പിച്ചേട്ടൻ്റെയും സുഹൃത്താണ്, എൻ്റെയും സുഹൃത്താണ്. അപ്പോൾ സിമി വിളിച്ചപ്പോൾ എങ്ങോട്ടാണ്, ഹോളിവുഡിൽ എന്താ പരിപാടി എന്ന് ചോദിച്ചു.
അപ്പോഴ് ഞാൻ ആക്ച്വലി രാവിലെ പുട്ടായിരുന്നു കഴിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ജെയിംസ് കാമറൂണും സ്പീൽബർഗും ഒക്കെ കുറേ കാലമായിട്ട് സോഹൻ ഇവിടെ വന്നതല്ലേ, ഞങ്ങളെ മീറ്റ് ചെയ്യാതെ പോകരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ എടുക്കാതിരിക്കുകയായിരുന്നു. പിന്നെ അതെ, എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ തമ്പിച്ചേട്ടനെ വിളിച്ചിട്ട് കാമറൂൺ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തു. പിന്നെ ആ തമ്പിച്ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞത് നമുക്ക് നിരസിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഹോളിവുഡിലേക്ക് പോവുകയാണ് എന്നൊക്കെ ഒരു തള്ളൽ തള്ളി കൂട്ടുകാരെ. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയഴും നിറമും തിരിന്നിൻ നിറസൗരഭമോ പകരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയഴും നിറസൗരഭമോ പകരുന്നു. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. ഹൈ ഡിയേഴ്സ്, പുതിയൊരു സാധനം പഠിച്ചിരിക്കുകയാണ് കേട്ടോ. ഇറ്റലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഐ ട്രസ്റ്റ് യു ആൻഡ് ഐ ലവ് യു. അതാണ് ഇറ്റലി. നമ്മുടെ ഗ്രേറ്റ് മിസ്റ്റർ തമ്പി ആന്റണി പറഞ്ഞു തന്നതാണ്. ഇപ്പോഴും ഈ യാത്രക്കിടയിൽ ഞാനിങ്ങനെ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ കൊണ്ട് ഹോളിവുഡിലെത്തും. അവിടെ ഹോൾ ഓഫ് ഫെയിമിൽ പോകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഓറഞ്ച് കൗണ്ടി സ്ഥലത്ത്, ഇവിടെയാണ് താമസം. അവിടുന്ന് ഞങ്ങൾ നാളെ വെളുപ്പിന് അവിടെ നിന്ന് തിരിക്കും. ഹോളിവുഡ് സ്റ്റുഡിയോയിൽ വന്ന് ഡബിങ് ബ്ലഡ് ഹാൻഡ് എന്ന പടം ഞങ്ങൾ ഹോളിവുഡ് പടമാണ്. ഞാൻ തായ്ലൻഡിലും ഹോളിവുഡിലൊക്കെ അഭിനയിച്ച പടമാണ്. സന്ദീപ് എന്ന് പറഞ്ഞ ഇന്ത്യൻ നമ്മുടെ മലയാളിയാണ്, ഇവിടെ ജനിച്ചുകൊള്ളുന്നൊരു മലയാളിയാണ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ 8ാമത്തെ പടമാണ്. അതിൽ ഞാനും ഒരു ആക്ഷൻ സീനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിങ്ങിനായിട്ടാണ് ഞങ്ങൾ ലോസ് ഏഞ്ചൽസ്. ഞാൻ വരുന്നു പറഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ സോഹൻലാൽ വരുന്നു പറഞ്ഞു. അദ്ദേഹം ഹോളിവുഡിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നാലും പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ. ഞങ്ങൾ ഒന്നിച്ച് പോയിട്ട് ഡബിങ് തിയേറ്ററൊക്കെ കാണുകയും ചെയ്യാം. ഞാനും ഈ ഹോളിവുഡിൽ നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ നേരത്തെ വന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ സ്റ്റുഡിയോയെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു യൂട്യൂബ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ അവിടെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഡബ്ബിംഗ് തിയേറ്റർ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടുത്തെ നമ്മുടെ ഹോളിവുഡ് സിനിമകളുടെ ഡബ്ബിംഗ് എങ്ങനെയാണ് എന്നുള്ളത് ഇതുവരെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ചും തമ്പി ആന്റണി ഡബ് ചെയ്യുന്നത് നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ. നമ്മൾ അതെ അതെ. നേരത്തെ തമ്പിച്ചേട്ടൻ്റെ പരാതി സ്പീഡ് കൂടുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ തമ്പിച്ചേട്ടൻ നേരത്തെ നമ്മുടെ സ്പീഡുമായി ബന്ധപ്പെട്ട് ഭയങ്കര രസമുള്ള ഒരു കാര്യം പറഞ്ഞു കേട്ടോ. ഒരു നല്ല ഡ്രൈവറുടെ ലക്ഷണം ഒരിക്കലും ഈ ഹൈ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോവുക എന്നുള്ളതല്ല. ഇപ്പം എനിക്ക് തമ്പിച്ചേട്ടൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മളുടെ ഒരു മീഡിയം സ്പീഡിൽ എങ്ങനെ എത്രത്തോളം ആ ഒരു പെർസിസ്റ്റൻസോടെ വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് നല്ല ഡ്രൈവറുടെ ലക്ഷണം. ലൈഫ് പോലെ തന്നെ നമ്മൾ ഡ്രൈവിങ്ങിലും മെച്ചൂരിറ്റി ഉണ്ട്. അതുകൊണ്ടല്ല കൂടുതൽ ആക്സിഡൻറ്റ് ടീനേജേഴ്സിന് ആക്സിഡൻറ്റ് ആകുന്നത് ഇമ്മച്യൂർ ഡ്രൈവിങ്.
അല്ല സ്പീഡിൽ പോകുന്ന ഒരു കഴിവൊന്നുമല്ല. ഇവിടുത്തെ വണ്ടികളെല്ലാം നല്ല വണ്ടിയാണ്, ചവിട്ടിയ സ്പീഡിൽ പോകും. എനിവേ another 2 hours കൂടെ നമ്മൾ അവിടുത്തെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പുണ്ട്. ഞങ്ങൾ വീണ്ടും ഡ്രൈവർ സീറ്റ് പരസ്പരം കൈമാറുകയാണ്. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. ഇനിയിപ്പം ലോസ് ഏഞ്ചൽസ് വരെ പോകാനുള്ളത്, അവിടുന്ന് ഓറഞ്ച് കണ്ടി വരെ പോകാനുള്ളത് ഗ്യാസായി. വീണ്ടും ഒരു മല കയറാൻ പോകും. ഇപ്പോൾ രസമുള്ളൊരു സംഭവം നടന്നേ. ഞാനിവിടെ പെട്രോള് അടിച്ചതിന് ശേഷം തമ്പിച്ചേട്ടന് ഞാൻ റെസ്റ്റ് റൂമിലേക്ക് പോയില്ലേ, പോയ സമയത്ത് ഞാൻ അകത്ത് ഈ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2 പോലീസുകാർ കയറിയായിരുന്നു ഈ ഗണ്ണൊക്കെ പിടിച്ചിട്ട്. ഞാൻ പെട്ടെന്ന് ഞാൻ ഡ്രൈവ് ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, യു അണ്ടർ അറസ്റ്റ് എന്നൊക്കെ അവർ പറയുമെന്നൊക്കെ പേടിച്ച് നിൽക്കുക. അപ്പോൾ അവർ പക്ഷേ പെട്ടെന്ന് എന്നോടൊരു ഹായ് പറഞ്ഞിട്ട് അവരും മൂത്രം ഒഴിക്കാൻ കയറി. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത്. ഞാനിത് ഓൾറെഡി തമ്പിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാനിങ്ങനെ അതെ ഞാനിങ്ങനെ ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് അത് പറയാൻ തുടങ്ങിയതാണ് ആ സമയത്ത്. അതെ അങ്ങനെ വീണ്ടും ഡ്രൈവർ സീറ്റിൽ നമ്മുടെ പ്രിയപ്പെട്ട തമ്പിച്ചേട്ടൻ വന്നിരിക്കുകയാണ്. ഇതിൽ പറയാനുണ്ടോ തമ്പിച്ചേട്ടൻ? ഈ ഹാറ്റൂടെ വന്നപ്പോൾ ആ ഉടുപ്പും ആ ഒരു നല്ല കളർ മാച്ചിങ് കേട്ടോ, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് ഇപ്പോഴ്. ഞാൻ പറഞ്ഞു സോഹനെ സ്പീഡ് കൂടുതലാണ്, ഇടയ്ക്ക് 100 പോകുന്നു 90 പോകുന്നു, ഇത് പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞു. സോഹൻ എന്നെ പോലീസ് ഒന്ന് പിടിക്കും. ഇപ്പൊ ഞങ്ങള് ഗ്യാസ് സ്റ്റേഷനോട്ട് കയറി 2 പോലീസുകാർ പറയാം. അത് ഗ്യാസ് സ്റ്റേഷനിലല്ല, ഗ്യാസ് സ്റ്റേഷനിലെ റെസ്റ്റ് റൂമില് അവര് സിഗരറ്റ് മേടിക്കാനോ മറ്റോ വന്നതാ. തമ്പിച്ചേട്ടാ അത് പോലീസ്. ഞാൻ പറഞ്ഞു അത് അവരെല്ലാം മേടിക്കാൻ വന്നായിരിക്കും. എന്നാലും എനിക്കൊരു പേടി, നാട്ടിൽ പോകാൻ പറ്റുമോ? ഇപ്പൊ മനസ്സിലായല്ലോ ആരാണ് രാവിലെ പുട്ട് കഴിച്ചതെന്ന്. ഞാൻ ആദ്യം വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അബദ്ധം പറ്റി. അതെ തമ്പിച്ചേട്ടാ, എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഈ ക്യാമ്പറിൽ താമസിക്കുക എന്നുള്ളത്. തമ്പിച്ചേട്ടൻ എപ്പോഴെങ്കിലും ഈ ക്യാമ്പറിൽ താമസിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിങ്ങനെ നമ്മള് ഫാമിലി ആയിട്ട് ഒരു ഓൾ അമേരിക്കൻ ട്രിപ്പ് ഒക്കെ എടുക്കുമ്പോഴേ ഇതുമായിട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തെല്ലാം സൗകര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കാരവൻ എന്ന് പറയുന്ന സാധനം തന്നെ അതിനകത്തെല്ലാം ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഓരോ സിറ്റിയിൽ ചെല്ലുമ്പോഴും ക്യാമ്പർ പാർക്ക് ചെയ്യുന്ന പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് റെന്റ് ചെയ്യാം. ഇത് അവിടെ പാർക്ക് ചെയ്തിട്ട് അത് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡിസ്പോസൽ എല്ലാം അതിനകത്ത് പൊക്കോളും. അപ്പോൾ അതിനൊരു പ്രത്യേക ക്യാമ്പർ സൈറ്റ്സ് ഉണ്ട്. നമുക്ക് ഈ ലോങ് ട്രിപ്പ് പോകുമ്പോൾ ബുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഹോട്ടൽ എടുക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ താമസിക്കാം. അതിനകത്ത് വേറെ സൗകര്യമെല്ലാം ഉണ്ടല്ലോ. ഫുഡ് മാത്രം പ്രിപ്പയർ ചെയ്യാൻ ചെറിയ കിച്ചണൊക്കെ. അപ്പോൾ അങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ അമേരിക്കയിൽ ഓൾ അമേരിക്കൻ ടൂർ ചെയ്യുന്ന കപ്പിൾസ് ഉണ്ട്. അത് ഈ അമേരിക്കൻസ് തന്നെയാണ് കൂടുതൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അമേരിക്കൻസ് തന്നെ. അപ്പോൾ അവര് അമേരിക്ക മുഴുവൻ ട്രാവൽ ചെയ്ത് ചിലപ്പോൾ 1 മാസം എടുക്കും. ഇപ്പോൾ ഇടയ്ക്ക് അവർ പോയി ക്യാമ്പ് ചെയ്തിട്ട് പുസ്തകമൊക്കെ വായിച്ചിരുന്ന് അങ്ങനെ ഈ റിട്ടയർഡ് ആൾക്കാരാണ്. അവരങ്ങ് എല്ലാ സ്റ്റേറ്റിലും പോയി കറങ്ങി 1 മാസം കൊണ്ട് തിരിച്ചു വരും. ക്യാമ്പർ ലൊക്കേഷൻസ് ഉണ്ട്, നമുക്ക് അത് ബുക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഓൾ അമേരിക്ക ടൂർ പോകുമ്പോൾ ഇപ്പോൾ ഷിക്കാഗോ അവിടെ ബുക്ക് ചെയ്താൽ അവിടെ കൊണ്ട് നമ്മൾ ഇത് പിന്നെ സ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാറില്ലേ, കാറുണ്ടല്ലോ നമ്മുടെ കയ്യിൽ, കാറിലാണ് ഇത് വലിച്ചോണ്ട് പോകും. കാർ യൂസ് ചെയ്യുകയും ചെയ്യാം. അതവിടെ ഇത് ചെയ്തിട്ട് സിറ്റിയൊക്കെ കണ്ട് തിരിച്ചു വന്ന് വീണ്ടും ടോ ചെയ്യാം. ആക്ച്വലി ബേസിക്കലി ടോ ചെയ്തോണ്ട് പോകാം. അത് കേട്ടില്ലേ, അത് കുതിരയുടെ ആണ്. കുതിരയെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ്. കുതിര ഇതെനിക്ക് തോന്നുന്നു കുതിരയുടെ ഇത് പക്ഷെ ആള് താമസിക്കുന്നതായിരിക്കില്ല. കുതിര എങ്ങനെ കൊണ്ടുപോകും, മൃഗങ്ങളെ കൊണ്ടുപോകും. അത് ഇങ്ങനെ ട്രക്ക് കണ്ടില്ലേ. പാർട്ട് ഓഫ് ദ യൂറോപ്യൻ അമേരിക്കൻ
റിലാക്സ് ചെയ്തേ ഒരു പതുക്കെ പോകത്തുള്ളൂ. ഞാൻ നോട്ട് പിന്നെ ഹറി എല്ലാ സ്ഥലവും കണ്ട് ആസ്വദിച്ച് താമസിച്ച് അത് നല്ല ലൈഫും ആയിരിക്കും അല്ലേ. ആർട്ടിസ്റ്റുമൊക്കെ അങ്ങനെ അതിനവിടെ പോയി ചില പ്രത്യേക ലൊക്കേഷൻ പോയിട്ട് അവിടുത്തെ നേച്ചറൊക്കെ വരയ്ക്കുക. ബോർഡൊക്കെ ഈ ആർട്ടിസ്റ്റുകൾ അങ്ങനെ പോകും. നമുക്ക് ഈ ക്യാമ്പ് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ ആണോ? എഴുത്തുകാര്, ആർട്ടിസ്റ്റ്, പിന്നെ അല്ലാതെ റിട്ടയർഡ് ആൾക്കാര് എല്ലാവരും. അപ്പൊ ഈ ക്യാമ്പ് റെന്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിച്ചുകൊണ്ട് പോകുന്ന കാർ ഉൾപ്പെടെയല്ലേ നമ്മൾ റെന്റ് ഔട്ട് ചെയ്യുന്നത്? കാറ് നമ്മുടെ കാറിന് ട്രക്കിനെ വലിച്ചോണ്ട് പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓ, അത് നമുക്കൊരു ട്രക്ക് വേണം ഓൾറെഡി, അല്ലെങ്കിൽ വേറൊരു രണ്ടായിട്ട് നമ്മൾ ബുക്ക് ചെയ്യണോ അല്ലേ? ആ, ഓക്കെ ഓക്കെ. അമേരിക്കയിൽ അതൊന്നും പ്രശ്നമില്ല. ട്രക്കും ക്യാമ്പറും കൂടെ റെന്റ് ചെയ്യാം. അല്ല ഒറ്റയ്ക്ക് പിന്നെ നമ്മുടെ ഈ ട്രക്കിനൊക്കെ മിക്കവാറും പുറകിൽ അതിന്റെ പ്രൊവിഷൻ ഉണ്ട്, ടോ ചെയ്യാനുള്ള പ്രൊവിഷൻ. മിക്കവാറും എല്ലാം സ്റ്റാൻഡേർഡാണ്. അതൊക്കെ എത്രയായിരിക്കും ഈ ട്രക്കിന്റെ ഒക്കെ റെന്റ് എങ്ങനെയായിരിക്കും? അതൊക്കെ കാറിന് തന്നെ ഒരു ദിവസം $30-40 ആകില്ല. അയ്യോ, 30-40 അല്ല. ഞാൻ ന്യൂലണ്ടനിൽ ഇത് ചെയ്തിട്ടുള്ളത് അന്ന് $60 മറ്റുമായിരുന്നു. പക്ഷെ അന്നേരം ഇതോണ്ടായിട്ട് റെന്റ്. ആ, അതെ അതെ, നമ്മുടെ റൂം റെന്റ് മാറി. അതെ അതെ. ആ, ചെറിയ കിച്ചൺ ഉണ്ട്. ഐ ക്യാൻ മേക്ക് സംതിങ് ഗ്രോസറി ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ട് അങ്ങനെ ചെയ്യാം. ഹോട്ടലിൽ ചിക്കാഗോ, ന്യൂയോർക്കിലൊക്കെ പോയി താമസിക്കണമെങ്കിൽ $500 പെർ ഡേ ആവും. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ദിസ് ഈസ് ബെറ്റർ യുവർ ഓൺ റൂം. മിക്കവാറും കുറച്ച് പ്രായമുള്ളവർക്ക് ക്യാമ്പർ മേടിച്ച് ഒരെണ്ണം പാർക്ക് ചെയ്തേക്കും വീടിന്റെ ഫ്രണ്ടിൽ. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നില്ല, പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. സ്ഥിരമായിട്ട് യാത്ര പോകുന്നവർക്ക് ആ ഒരെണ്ണം മേടിക്കുന്നത് അല്ലേ, മേടിക്കട്ടെ, റെന്റ് ചെയ്താൽ മതി. നമ്മുടെ ജസ്റ്റ് ന്യൂയോർക്ക് വരെ പോയി തിരിച്ചു വരും, റെന്റ് ചെയ്യാൻ തിരിച്ചു കൊണ്ട് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം വേണ്ടേ വീട്ടിൽ. പിന്നെ കാറിന് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോഴ് അത് ഞാൻ നോക്കിയതാ, ഷിക്കാഗോ ടു അല്ലെങ്കിൽ ആ ഷിക്കാഗോ ടു LA നമ്മൾ കാറ് ബുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റിൽ അങ്ങ് പോവാം. ഇവിടെ ഇത് ഇട്ടാ മതി. അതെ 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 അതെ. ഇവിടത്തെ അവരുടെ ഒരു സെന്റർ ഇവിടെ ഉണ്ടാവും ഇപ്പോൾ LAയിൽ. അപ്പൊ അവിടെ നമ്മളെ കാറ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം, തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണ്ട. വലിയ കാർ കമ്പനിയൊക്കെ ഫ്രാഞ്ചൈസ് ആണ്. അതെ, എല്ലാ സിറ്റിയിലും. അതെ. പക്ഷെ അതിന് ഇച്ചിരി എക്സ്ട്രാ പേ ചെയ്യും. നമ്മള് സാധാരണ തന്നെ കൂടുതലാണ് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിലേ. എക്സ്ട്രാ ബിക്കോസ് ദേ ഹാവ് ടു ടേക്ക് ദ കാർ ബാക്ക്. ഞാൻ ഒരിക്കലും അങ്ങനെ റെന്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇച്ചിരി എക്സ്ട്രാ. ദാറ്റ് ഈസ് പോസിബിൾ. സാൻ ഫ്രാൻസിസ്കോ മുതൽ LA വരെ പോകുന്നത് മിക്കവാറും വഴിയുടെ ഭൂരിപക്ഷവും ഈ ഒരു ദൃശ്യങ്ങളായിരിക്കും കാണുന്നത് എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോൾ തോന്നിയപ്പോൾ ഒരു നല്ല രസമുള്ളത് തോന്നിയതേ, നമുക്ക് ഒരു സൈഡിൽ മുഴുവൻ ഗ്രീനറിയാണ്, അത് ഇവിടുത്തെ ഈ തോട്ടങ്ങളും ഒക്കെയാണ്. മറ്റത് നമ്മൾ ഈ പറയുന്ന ഡെസേർട്ട് മൗണ്ടൻസ് ആണ്. ഈ മറുവശത്ത് ഇവിടുത്തെ ഈ കൃഷി പ്രധാനമായിട്ടും വാൽനട്ടും ആപ്പിളും ഒക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ. വാൾനട്ട്, ആപ്പിള്, പ്ലം, ചില ഏരിയയില് മുന്തിരിയുണ്ട്. എല്ലാ ഫ്രൂട്ട്സുമാണ് കൂടുതലും. പിന്നെ ചോളമുണ്ട്. അതാ ഈ സൈഡ് മുഴുവൻ പച്ചപ്പ് കണ്ടിട്ട്. ഇതൊക്കെ ഈ സ്പ്രിംഗ് സീസണിൽ നല്ല രസമായിരിക്കും അല്ലേ? മുഴുവൻ പൂക്കളായിരിക്കും, കംപ്ലീറ്റ് പല ഭയങ്കര രസമാണ്. ആ സീസണിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പല ഞങ്ങൾ വണ്ടി നിർത്തി വീഡിയോ ഒക്കെ എടുത്തു. ഐ സ്റ്റിൽ ഹാവ് വീഡിയോസ്. ബേസിക്കലി ഡെസേർട്ട് ഏരിയ ആണ്. സദേൺ കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ ഡെസേർട്ടാണ്. പിന്നെ ഇവിടെ വെള്ളം കനാലിൽ കൊണ്ടുവന്നിട്ട് ഇറിഗേഷൻ കനാൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ ഫലപുഷ്ടിയായി കൃഷിയൊക്കെ നടത്തുന്നത്. ഇതൊക്കെ കൂടുതൽ ആപ്പിളായിരിക്കും അല്ലേ? ഇന്ത്യയിലൊക്കെ പോകുന്നവർ ഇഷ്ടം പോലെ. 140 കിലോമീറ്റർ. ഇത് തന്നെ 200 വരെ പോകാം.
200 മൈൽ പോകാം. അങ്ങനെയോ? 200 miles ഓക്കെ ഓക്കെ. പക്ഷെ ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് ജർമ്മൻ കാറല്ല, ജർമ്മനിലെ സ്പീഡ് ലിമിറ്റ് ഇല്ല. ജർമ്മനിയിലെ സ്പീഡ് ലിമിറ്റ് ഇല്ല? ജർമ്മനി സ്പീഡ് ലിമിറ്റ് ആണോ? ഇവിടെ 70 miles. കാലിഫോർണിയ വേഗം സ്ട്രിക്റ്റ്. ലോകത്തെ ഏറ്റവും വണ്ടി ഓടിക്കാൻ സുഖമുള്ള രാജ്യം ഏതാണ്? ജർമ്മനിയാണോ അതോ ഇവിടെയാണോ? സ്പോർട്സ് കാർ go up to 200 miles. ഇവിടെ എത്ര വലിയ ഹൈവേ ആയെന്ന് പറഞ്ഞാലും എല്ലാ ഹൈവേക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഇവിടെ 70 എന്ന് പറഞ്ഞാൽ 85, 90, 150 വരെയൊക്കെ ആൾക്കാർ പോകും കിലോമീറ്റർ. പക്ഷെ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ സ്പീഡ് കുറഞ്ഞ ടിക്കറ്റ് കിട്ടും. 70 miles per hour ആണല്ലോ. സാധ്യതയുണ്ട്. ആണോ? കുറഞ്ഞാലും ഇതാണല്ലേ? ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യത. ഇവിടെ ഇറങ്ങണം. ഇത്രയും നേരം നമ്മൾ വളരെ നിരപ്പായ സ്ഥലത്തൂടെ വന്നത്. നമ്മൾ മല കയറാൻ പോകും. ലോസ് ഏഞ്ചൽസ് പോകുന്നതിന് മുമ്പ് ഒരു കുന്ന് കയറി ഇറങ്ങും. അത് നല്ല മനോഹരമായ അതൊരു റിസോർട്ട് ഏരിയ. അത് കയറി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഞങ്ങൾ പോകുന്നത് ഒരു ഹോഴ്സ് റാഞ്ചിലേക്കാണ്. അവിടെ നമ്മുടെ ബോളിവുഡിലെ ഡയറക്ടർ അവിടെ വെയിറ്റ് ചെയ്യും. അവിടെ വേറെ എന്തോ ഷൂട്ടിങ് നടക്കും. അവിടെ വെച്ച് പുള്ളിയെ കണ്ടിട്ട് അവിടെ ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ സിറ്റിയിലേക്ക് പോകും. വാക്ക് ഓഫ് ഫെയിം അവിടെ പോയിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഓറഞ്ച് കൗണ്ടി നമ്മുടെ അങ്കിളുടെ വീട്ടിലേക്ക് പോകും. എന്നാൽ അവിടെ അങ്ങനെ രാവിലെ വന്നിട്ട് ബോളിവുഡിലേക്ക് തിരിച്ചു. അതാണ് ഇന്നത്തെ കണ്ടില്ലേ മനോഹരമായ കുന്നുകളിങ്ങനെ സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്നത്. ചുറ്റും മലനിരകളാണ്. നമ്മുടെ ഈ ക്വിന്റിൻ ടാരന്റീനോയുടെയൊക്കെ കൂടുതൽ സിനിമകളും ഈ കാലിഫോർണിയയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നല്ലേ? ഹോളിവുഡ് ഈസ് ഇൻ കാലിഫോർണിയ. അതെ. ട്രക്കുകൾ വെയിറ്റ് എടുക്കുന്ന സ്ഥലങ്ങളാണ്. എല്ലാ ട്രക്കുകളും അവിടെ കയറും. തൂക്കിവിടും. മല കയറാൻ പോകും. ഇത് ക്യാമറ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നത് ആക്ച്വലി കൈ വരയ്ക്കുന്നതല്ല കേട്ടോ. ഈ റോഡ് എന്തോ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് റോഡിന് തന്നെ. അപ്പോൾ ആ താളത്തിലാണ് ഇതിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പണ്ട് ദൂരദർശന് വേണ്ടിയിട്ടൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞങ്ങൾ ഡാൻസിങ് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് ഷോ പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. ആക്ച്വലി ആ ഇഫക്റ്റാണ് അന്ന് ആലോചിച്ചിരുന്ന ആ ഫ്രെയിംസിൻ്റെ ഡാൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ? അതാണ് എടുക്കുന്നത്.
തമ്പിച്ചേട്ടൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ. നമ്മുടെ ഈ ലോസ് ഏഞ്ചൽസ് പോകുമ്പോഴുള്ള ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇതാണ്. അത് നമ്മളൊരു കറക്റ്റ് ടൈമിങ്ങിൽ ഇവിടെ എത്തുകയും ചെയ്തു. ഒരു സൺസെറ്റിനടുത്ത സമയം. ഇപ്പോൾ ദേ ഇവിടെ ഒരു 4:10 സമയം ആയിട്ടുള്ളത്. എനിക്കൊന്നൊരു 1 hour കൂടെ കഴിയുമ്പോഴും നല്ല രസമായിരിക്കും ആ ഒരു സൺസെറ്റിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ റോഡുകൾ അത്ര മോശമൊന്നുമല്ല, നല്ലതൊക്കെ തന്നെയാണ്. എങ്കിലും ഒരു വ്യത്യാസം നമുക്ക് അവിടെ ഇല്ലാത്തതും ഇവിടെ ഉള്ളതുമായ ഒരു കാര്യം ഈ റെസ്റ്റ് ഏരിയകളാണ് കേട്ടോ. നമ്മളുടെ അവിടുത്തെ ഈ വലിയ റോഡുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഇപ്പോൾ ഒന്ന് മൂത്രമൊഴിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാന അവസ്ഥ. അല്ലാതെ ഇത് ഒരു മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള റെസ്റ്റ് ഏരിയകൾ അറ്റ്ലീസ്റ്റ് ഈ ബൈപ്പാസിൻ്റെയൊക്കെ സൈഡിലും ഒന്നും സ്ഥാപിക്കാൻ നമ്മുടെ അധികാരികൾ ഇപ്പോഴും ശ്രമിക്കുന്നില്ല എന്നുള്ളത്. അത് നമുക്കവിടെ എക്സ്പ്രസ് ഹൈവേ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ പുതിയ എക്സ്പ്രസ് ഹൈവേ വരുമ്പം റെസ്റ്റ് ഏരിയാസ് ഉണ്ടാവും. അത് ഇൻ്റർനാഷണൽ കോഡാണ്, അങ്ങനെ വേണമെന്ന്. നമുക്ക് ഇത്രയും നാളും 4 വരി പാതയൊന്നും നമുക്കില്ലായിരുന്നു. 1 വരി പാത വരുമ്പോൾ അതുണ്ടാവും, ഉണ്ടാവണം. അതാണ് ഞങ്ങളൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. അല്ല, പക്ഷെ നമ്മുടെ 4 വരി പാതകളിലും ഇല്ലല്ലോ റെസ്റ്റ് ഏരിയ എന്നുള്ളത്. നമുക്ക് 4 വരിയും 6 വരി പാതകളും ഒക്കെ നമുക്ക് ഒരുപാടില്ലേ നാട്ടില്? കേരളത്തിലില്ല. ഉണ്ട്. ഇല്ല, കേരളത്തിൽ 2 വരി പാത, ഒരു സൈഡിൽ 2. ഇതിപ്പോ ഒരു സൈഡിൽ തന്നെ 4 വരിയാണ്, 5 വരി. ഒരു സൈഡിൽ തന്നെ 4 വരി അല്ലേ? അതായത് ഇപ്പൊ 8 വരിയാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ. ഇത് എക്സ്പ്രസ് ഹൈവേയിലെ ഡിസൈൻ്റെ ഒരു ഭാഗമാണ് റെസ്റ്റ് ഏരിയ. ഇത്ര മൈൽ കഴിയുമ്പോൾ റെസ്റ്റ് ഏരിയ വേണമെന്നുള്ളൂ. അത് നാട്ടിലും ഉണ്ടാവും. ഞങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് ഡിസൈൻ പഠിക്കുന്നത്. നാട്ടിലുണ്ടാവണമെന്നില്ല, ഉണ്ടാവണമെന്നാണ് ശരിക്കും, അങ്ങനെയാണ് നിയമം. ഡിസൈനിങ്ങിൻ്റെ ഒരു പാർട്ട് ഓഫ് ഡിസൈനിങ് അത് വേണം, അതുണ്ടാവും എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ വരുന്നതല്ലേ ഉള്ളൂ, പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് കഴിയുമ്പോൾ ഉണ്ടാവണം. സ്പീഡ് കുറയും, 70/65. പിന്നെ ഇവിടെ ഏത് റെസ്റ്റ് റൂമിലും, ഏത് റെസ്റ്റോറൻറ്റിലും, ഏത് കടയിലും, ഏത് ഗ്യാസ് സ്റ്റേഷനിലും റെസ്റ്റ് ഏരിയ ഉണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോ പറയാൻ പാടില്ല. നമ്മുടെ സിറ്റിയുടെ സ്റ്റേറ്റിൻ്റെ
ഈ തമ്പിച്ചേട്ടൻ ഈ മലകളുടെയും പൂക്കളുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ തോന്നിയതാണ്. തമ്പിച്ചേട്ടനെ നിങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും അറിയാവുന്നത്, തമ്പി ആൻ്റണിയെ അറിയാവുന്നത് ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലായിരിക്കും. നമ്മുടെ ഈ കൽക്കട്ട ന്യൂസ്, എന്തെല്ലാം മനോഹരമായ സിനിമകളാണ് തമ്പി ആൻ്റണി നമുക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്നത് ഇത്രയേറെ, ഇപ്പോൾ തമ്പിച്ചേട്ടനെ കഴിഞ്ഞ ഒരു 12 വർഷത്തോളമായി അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ പറയാൻ തോന്നുന്നത്, ഇങ്ങനെ ഒരു കാൽപ്പനികമായ മനസ്സുള്ള ഒരു പ്രൊഡ്യൂസർ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വേറെ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വേറെ ആരെങ്കിലും പറയുമോ ഈ വഴിയിലെ പൂക്കളുടെ സൗന്ദര്യം, പൂക്കൾ വരുമ്പോൾ ഈ മലകളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും മാറുന്നത് എന്നൊക്കെ ഈ ചിന്തിക്കുന്നത്? അങ്ങനെ ഒരു കാൽപ്പനികമായ മനസ്സുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും ഒക്കെ സാധിക്കുന്നത്. കാൽപ്പനിക മനസ്സുള്ള ഒരാളുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകുന്നയാള് സോഹൻലാൽ ഒരു എഴുത്തുകാരനും സംവിധായകനും ഒക്കെയാണ്. അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ വേണമല്ലോ. അല്ലാത്തവരതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ രണ്ട് കാൽപ്പനിക മനസ്സുള്ളവരൊന്നിച്ച് മലയിടുക്കുകളിൽ കൂടെ ലോസ് ഏഞ്ചൽസിലേക്കുള്ള യാത്രയിലാണ്. See, now we are in the flow of traffic, almost entering the Los Angeles area. We are driving is slow now because of a lot of cars. It's going to be worse if we go furthermore towards the city. We have 3.3 miles to the exit, to the horse ranch. Then we'll wait there for some time, then we'll go to the city, main area, downtown.
യാത്ര സാൻ ഫ്രാൻസിസ്കോ ടു ലോസ് ഏഞ്ചലസ് ഹോളിവുഡ് എന്ന് പറഞ്ഞുവെങ്കിലും വളരെ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിലെ ഫ്രീമൗണ്ട് എന്നുള്ള സ്ഥലത്തു നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. അത് അവസാനിക്കുന്നത് ലോസ് ഏഞ്ചൽസിലെ ഓറഞ്ച് കൗണ്ടിയിലാണ്. We are going to the city, then another 40 miles towards south to Orange County. A lot of Malayalis there. Some lot of Malayali communities. My uncle is there. We are going to stay with my uncle today. ഞാൻ കേട്ടത് ഈ തമ്പിച്ചേട്ടൻ്റെ അങ്കിൾ എന്ന് പറയുന്നത് അത് ആക്ച്വലി ഈ ട്രാവലോഗിൻ്റെ ഭാഗമായിരിക്കില്ല. അദ്ദേഹം ഇവിടെ അമേരിക്കയിലെ വൺ ഓഫ് ദി ഏർലി ഇമിഗ്രൻസ് അല്ലേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പ്രത്യേകിച്ചും തമ്പിച്ചേട്ടൻ്റെ ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ടൊക്കെ അമേരിക്കയിൽ വന്ന ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ പ്രോബബ്ലി തമ്പിച്ചേട്ടനും അദ്ദേഹവുമായിട്ട് ഒരുമിച്ചിരുന്നിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും ഒക്കെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ആദ്യകാലത്തെ ഒരു മലയാളി കമ്മ്യൂണിറ്റി എങ്ങനെയായിരുന്നു അമേരിക്കയിൽ അവരുടെ ജീവിതം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. He was an employee of American consulate in New Delhi. That's why he came to USA. Because of him, all my wife's family here, I came here, my family here, all everything started with Joy uncle. അപ്പോൾ നമ്മളുടെ യാത്ര കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ലോസ് ഏഞ്ചൽസിലേക്ക് മാത്രമല്ല, ലോസ് ഏഞ്ചൽസിലെ ഓറഞ്ച് കൗണ്ടിയിലേക്ക് മാത്രമല്ല, ജോയ് അങ്കിളിലേക്ക് കൂടിയാണ്. ആണ്. എന്നിട്ട് 210 ആണ്. അതെ, 210 ഈസ്റ്റ് പസാഡിന. അപ്പോൾ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് കയറട്ടെ അല്ലേ? 14 minutes 11 മൈൽ. ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 hours ആകുന്നുവെങ്കിലും ഈ യാത്രയുടെ ഒരു വിരസത അല്പം പോലും തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. ഒന്ന് ഈ തമ്പിച്ചേട്ടൻ കൂടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ഒരേ താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതൊരു പ്രധാന കാരണമായിരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ കൂടെ ഉണ്ട്, നിങ്ങളോട് സംസാരിക്കുകയാണല്ലോ. പിന്നെ ഇടയ്ക്ക് കുറേ സമയം ഡ്രൈവ് ചെയ്തപ്പോൾ ശ്രദ്ധ മുഴുവൻ അതിൽ പോയി. അപ്പോൾ അതൊരു ഈ 6 മണിക്കൂറിൽ കുറച്ച് സമയം ഞാൻ ഡ്രൈവ് ചെയ്തു. ബാക്കി സമയത്തൊക്കെ തമ്പിച്ചേട്ടൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. എനിവേ വളരെ രസമുള്ള ഒരു യാത്രയായിരുന്നു. തമ്പിച്ചേട്ടൻ ആക്ച്വലി ഈ വഴിയിൽ കുറച്ചുകൂടി ട്രാഫിക് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു സർപ്രൈസിംഗ്ലി ദെയർ ഈസ് നോ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ തമ്പിച്ചേട്ടൻ ഒരു ചെറിയ നിരാശയുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ഈ ട്രാഫിക് ഇല്ലാത്തത്. ആൾക്കാർ വരുമ്പോൾ ട്രാഫിക്കൊക്കെ പോലീസുകാർ പറഞ്ഞു മാറ്റിക്കാണ്. അതെ 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 അതെ. അല്ല, സ്പീൽബർഗിനെയും ജെയിംസ് കാമറൂണിനെയും കാണാൻ വരുന്നു എന്നുള്ളതല്ല, തമ്പി ആന്റണി വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതല്ലേ, നമ്മളെപ്പോഴും ഈ ഒരാളെ കാണാൻ വരുന്നത് കൊണ്ടല്ലല്ലോ, ആര് കാണാൻ വരുന്നു എന്നുള്ളതിന്റെ പ്രധാനം. ട്രാഫിക്കൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് വേണ്ടി സുഗമമാക്കി. അതെ, നമുക്കിതിൻ്റെ തമ്മയില്ല ആക്ച്വലി ആദ്യം നമുക്കൊരു പൊട്ടുകുറ്റിയും അതിങ്ങനെ തള്ളുന്ന ഒരു പടമായിരിക്കണം. ലോസ് ഏഞ്ചൽസും നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ ഒക്കെ. പിന്നെ അതെ അതെ അതെ, സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് ഒരു പൊട്ടുകുറ്റി. ജെയിംസ് കാമറൂൺ കുറഞ്ഞ ഒരു പരിപാടിയില്ല. എൻ്റെ കൂടെ അഭിനയിച്ച ഒരു ആക്ടർ ഉണ്ട് ഇവിടെ, ക്രിസ് ഹാംസ്വർത്ത്. കാഷില് അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല, ഓസ്ട്രേലിയയില്ല. അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോകാൻ. അദ്ദേഹം ഓസ്ട്രേലിയക്ക് മാറി ഞാൻ അറിഞ്ഞത്.
ക്രിസ് ഹാംസ്വർത്ത്, പിന്നെ ഷോൺ ബീൻ ഉണ്ട്. അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം പിന്നെ ഈസ് എ ബ്രിട്ടീഷ് സ്കോട്ടിഷ് ആക്ടറാണ്. പക്ഷേ ഈസ് എൻ ഹോളിവുഡ്. ഷോൺ ബീൻ ഈസ് എ ഫേമസ് ആക്ടർ. പറയാൻ പറ്റില്ല, ഞങ്ങൾ ഭാവിയിൽ ഒരു ഹോളിവുഡ് സിനിമ ചെയ്തുകൂടാ എന്നൊന്നുമില്ല. വീതിയുള്ള കാറുകളല്ലേ നമ്മൾ കാണുന്നത്. അതിന് കാരണം അത്ര സ്പേഷ്യസ് ആണ് ഇവിടുത്തെ വഴികൾ, ഇവിടുത്തെ റോഡുകൾ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അത്തരം വലിയ കാറുകൾക്കും ഒക്കെ ഇവിടെ ഒരു സ്പേസ് ഉണ്ടായത്. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും ചെറിയ കാറുകൾക്ക് മാർക്കറ്റ് കൂടുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. കാരണം നമ്മുടെ റോഡുകൾക്ക് വീതി കുറവാണ്, അല്ലെങ്കിൽ വീതിയുള്ള റോഡുകളിൽ പോലും അത്രയേറെ നമ്പർ ഓഫ് വെഹിക്കിൾസ് അത്രത്തോളം കൂടുതലുമാണ്. അപ്പോൾ എന്തിനും ഏതിനും ഒരു കാരണമുണ്ട് സുഹൃത്തുക്കളെ. എല്ലാത്തിനും ഒരു സമയമുള്ള പോലെ തന്നെ എന്തിനും ഏതിനും ഒരു കാരണമുണ്ട്. മോഹൻലാൽ ഇവിടെ വരാനും എൻ്റെ കൂടെ ഈ കാലിലിരിക്കാനും ബോളിവുഡിലേക്ക് വരാനൊക്കെ എന്തോ ഒരു കാരണം ഉണ്ടാവും. എല്ലാത്തിനും ഒരു സമയമുണ്ട് സോഹനെ. Yeah, it's a very interesting experience. First time in the horse in Los Angeles. You need to be in control. Yeah. You have 1,000 pounds under your balls. That's right. Go back to the wall. You need to make sure you always in control Yeah. over this 1,000 pounds because it can fucking kill you. Yeah. You understand? Yeah. Don't take this shit lightly. Take that 1,000 pounds around. Go. Take that back. Yeah, okay. Yeah, okay. Yeah, okay. Let me try. So, you're my first teacher. Go. Heel. Yeah. Go. Oh, okay. Go. Go.
Bollywood fan, so I get the extravaganza. Yeah, that was my favorite too. Okay, yeah. So, and I've seen a couple other ones from Bollywood. I don't want But he's more into embarrass you. I don't want to He's more embarrass into you. making classic movies, like classic western. But Regular Yeah. movies, not Bollywood. 'Cause Bollywood is like I'm big. planning to make a movie here with Sandeep. Okay. സന്ദീപ് പറഞ്ഞ് കുതിരപ്പുറത്ത് കയറണമെന്ന്, സന്ദീപ് കഴിഞ്ഞ പടത്തിൽ പറഞ്ഞ് ആക്ഷൻ ചെയ്യണമെന്ന്. അത് ഞാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു, എന്നെ കൊണ്ട് ജയിച്ചു. ഇപ്പോൾ കുതിരപ്പുറത്ത് കയറുന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് പറ്റിയല്ലെന്നാണ്. കയറാതെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പം. അതെ, സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കുതിരകളെ വെച്ച് എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു കുതിരയെ മേടിച്ചാൽ എന്നാന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുന്നത്. കാടുകളുണ്ട്, അരുവികൾ, വെള്ളച്ചാട്ടങ്ങൾ, ഇതിനകത്തോടെ എല്ലാം നമുക്ക് പോകാം. ഇത് വേണമല്ലോ. ആഹാ, ഇതിന്റെ കുറേ എല്ലാം ഇതിന്റെ മല കണ്ടോ, ഇതിന്റെ കുറേ എല്ലാം നമ്മൾ ഓടിക്കാൻ പോകുന്നു. മലയുടെ പുറയിൽ ആ മലയിൽ നമുക്ക് പോകാം, അങ്ങോട്ട് പോകാൻ പറ്റും. ആ മല കണ്ടോ? അയ്യോ, ഇവിടെ വെച്ചിട്ടൊരു കൗബോയ് സിനിമ ചെയ്യേണ്ടി വരും. ഞങ്ങളിങ്ങനെ ആ മനോഹരമായ ഹോഴ്സ് റൈഡിങ് കഴിഞ്ഞിട്ട് സന്ദീപും നമ്മുടെ ആൻഡ്രൂവുമായിട്ട് ആ ഹോഴ്സ് റൈഡിങ് ക്ലബ്ബ് നടത്തുന്ന ആളുണ്ടല്ലോ, ഒരു ബിയർ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും ശേഷമായിരിക്കും ഈ തമ്പിച്ചേട്ടൻ്റെ അങ്കിളിലേക്ക്, ഓറഞ്ച് കൗണ്ടിയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് തമ്പിച്ചേട്ടൻ്റെ ഒരു കമൻറ്റ് കേട്ടോ, ഇത്രയും സത്യസന്ധമായി സോഹൻ ഇങ്ങനെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇതെന്താണ്, കാമുകിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോഴും നമ്മുടെ ഈ യൂട്യൂബ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരായി മാറിയിട്ടുണ്ട് കേട്ടോ. അത് ഈ പ്രധാനമായിട്ട് ആ ബസ് യാത്ര വന്നല്ലോ നമ്മുടെ ന്യൂയോർക്ക് ടു ഈ സാൻ ഫ്രാൻസിസ്കോ വരെ. അപ്പോഴാ സമയത്തുള്ള നമ്മുടെ ലാപ്ടോപ്പ് കഥയും ഒക്കെ അങ്ങ് വളരെ, കാരണം നമ്മൾ ഏറ്റവും വലിയ രഹസ്യം വേറെ ആരോടും പറയാതെ നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ അയാളായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന് പറയാറില്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് ആ ലാപ്ടോപ്പ് പോയ കഥയൊക്കെ ഞാനിങ്ങനെ പ്രേക്ഷകരോട് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്കും ഒരു വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടായി നമ്മുടെ യൂട്യൂബ് ഓഡിയൻസുമായിട്ട്. ഈ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പറയാതെ പോയൊരു കാര്യമുണ്ടേ. നമ്മളിപ്പോൾ കണ്ട ഈ ഹോഴ്സ് റാഞ്ചും അവിടുത്തെ ഈ ആൻഡ്രൂ എന്നുള്ള മനുഷ്യനും ഒക്കെ ഉണ്ടല്ലോ, ഇത് ഹോളിവുഡ് ഫിലിംസിന് വേണ്ടി ഹോഴ്സിനെ സപ്ലൈ ചെയ്യുന്ന, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നാട്ടിലും ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ ഈ ഹോഴ്സും ആണോ ഒരു ഹോഴ്സിന്? ഓ, അങ്ങനെ $2,000 പെർ ഡേ. എന്ന് വെച്ചാൽ എത്രയായി, ഒരു 1,80,000 അടുത്തായി. അത്രയും എമൗണ്ട് ആണ് ഒരു ഹോഴ്സിന് ഒരു ദിവസത്തേക്ക് അവർ ചാർജ് ചെയ്യുന്നത്, അതിൻ്റെ റെൻ്റായിട്ട്, ഇപ്പോൾ മൂവി ഷൂട്ടിങ്ങിന് കൊടുക്കുമ്പോൾ. അപ്പോൾ ഈ ആൻഡ്രൂ എന്നുള്ള മനുഷ്യൻ ഈ ഹോളിവുഡ് ഫിലിംസിന് വേണ്ടി ഈ ഹോഴ്സിനെ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇനി നമ്മൾ ഇരിക്കുമ്പോൾ ആൻഡ്രൂവിനോട് കുറച്ച് കൂടുതൽ കാര്യമായി സംസാരിക്കേണ്ടിയിരിക്കുന്നു. Good job, bro. Good job. Welcome to America, bro. Hell yeah. ആൻഡ്രൂ എന്നോട് ഏത് രീതിയിലുള്ള മൂവിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൂ എന്ന് ചോദിച്ചേട്ടോ. ഞാൻ പിന്നെ വിത്തൗട്ട് എനി ഡൗട്ട് ഞാൻ പറഞ്ഞു ഹോളിവുഡ്. Going back to India. Yes. He's from India. He's a director. Are you really? And I'm going to produce his next movie. And that's why we're here today. Okay. I'm one of his producers. I'm one of his producers of his next movie. All right, there you go. I'm looking forward to making good movies with you, bro, here in America, bro. God bless you, man. Mad love to you. And thank you for giving me the opportunity. That's it, man. That's it.
take a Long Island. Yeah, old fashioned. I love it. Hell yeah. You Long Island too? Long Island. Yeah. I want a Long Island. Yeah. Okay, there you go. You got it. I thought something they did stuff too. Oh man, it's so beautiful. Okay, so I'm a Navy veteran, and I started Warriors Road 6 years ago to help other military veterans with mental health. And when I found these horses, it changed my life. So I then begin to want to share that experience with other humans. So I started a nonprofit for veterans and first responders at first. It's called Warriors Road, and that's what we've been doing for the past 6 years. We've helped 2,500 veterans for sure in the last 6 years we've been in existence. But moving forward with Warriors Road, we want to do more outdoors. We want to do fishing. We want to do hunting. We want to do a lot of stuff you can do on horseback, but outdoors. So that's the goal moving forward for this year for Warriors Road. So this experience right here today is a very unique one, and I can't thank Sandeep enough for giving us this opportunity to help grow Warriors Road in their future. So thank you for being here, bro. Thank you for having me. Okay, bro. Thank you. No, God bless, my boy. God bless. Hell yeah. സാൻഡിയും തമ്പിച്ചേട്ടനും നാളെയും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നാളെ നമ്മൾ വളരെ വിശാലമായി സാൻഡിയുടെ ഡബ്ബിംഗ് തിയേറ്ററിൽ ഇരുന്നിട്ട് സാൻഡിയോട് സംസാരിക്കുന്നതായിരിക്കും. യു വാണ്ട് ടു ടോക്ക് എനിത്തിങ് നൗ? അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ഹോഴ്സ് ട്രെയിനിങ് റൈഡിങ് എല്ലാവരും റൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ഇരിക്കണം ഒരു ഹോട്ടലിൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. ബാക്കി ഇനി നമ്മൾ ഡബ്ബിംഗ് സ്റ്റുഡിയോ കാണാൻ നാളെ. Cheers, my boy. God bless you, bro. Yeah. Yes. Cheers. Cheers. Not like this, right? Oh, you do tap the bottom and then drink, yeah? Look at you with your American tradition. What is he doing? What are you doing with him here, bro? ഹൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തമ്പിച്ചേട്ടൻ്റെ വൈഫ് പ്രേമ ചേച്ചിയുടെ അങ്കിളിൻ്റെ വീട്ടിലാണ്, ജോർജ് അങ്കിളിൻ്റെ വീട്ടിലാണ്. ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മളുടെ ഹോഴ്സ് റൈഡിങ് ആൻഡ്രൂമായിട്ടുള്ള ഹോഴ്സ് റൈഡിങ് ക്ലബിലൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു 75 മൈൽസ് ഉണ്ടായിരുന്നു. ഈ ഓറഞ്ച് കൗണ്ടിയുടെ ഒരു അറ്റത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ രാത്രി ഒരു 9:30, 10 അതിനടുത്ത സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിന്നർ വളരെ വിഭവസമൃദ്ധമായ ഡിന്നറും ഒക്കെ ആയിരുന്നു ഇവർ ഒരുക്കി വച്ചിരുന്നത് ഇവിടെ. ആ ഡിന്നർ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചിട്ട് കിടന്നുറങ്ങിയപ്പോൾ രാത്രി 12:15 ഒക്കെ ആയി. പിന്നെ ഈ ജോർജ് അങ്കിൾ എന്ന് പറയുന്ന അമേരിക്കൻ എംബസിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം 1971 അമേരിക്കയിലേക്ക് വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം എന്ന് പറയുന്നത് അമേരിക്കയിലെ മലയാളികളുടെ ഒരു ചരിത്രം കൂടിയാണ്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്നൊക്കെ ഉള്ളൊരു ആലോചനയും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അങ്കിളിനോട് അക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്കങ്ങനെ ഒരു പബ്ലിസിറ്റി താല്പര്യമില്ല, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കൂ എന്നിങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ആ ഡിന്നറിൻ്റെയോ അങ്ങനെയൊക്കെ ഒരു വിഷ്വൽ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ആദ്യമായിട്ടൊരു വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ഈ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് അതെല്ലാം ഷൂട്ട് ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്ക് ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ ഭയങ്കര നല്ല ടയേർഡുമായിരുന്നു കേട്ടോ. ഇത്രയും യാത്ര ചെയ്ത് കുതിരപ്പുറത്തൊക്കെ ഇരുന്നതിന് ശേഷം വന്നതല്ലേ. അപ്പോൾ ഇപ്പം നോക്കട്ടെ, ഇവിടെ ഇപ്പോൾ രാവിലെയായി. ഞങ്ങൾ ഇപ്പോൾ 7:30 ആയിട്ടുണ്ട് സമയം. 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുക വേണം. അതിന് മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. 10 മണിക്കാണ് തമ്പിച്ചേട്ടൻ്റെ ഡബ്ബിങ് എല്ലയിൽ വെച്ചിട്ട്. അപ്പോൾ അതിനു മുൻപ് ഈ അങ്കിളും ആൻറ്റിയും ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും വിഷ്വൽസും ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങളെ കാണിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളൊരു മോർണിംഗ് കോഫിയൊക്കെ കുടിച്ച് അവിടെ ഓറഞ്ച് കൗണ്ടിയിൽ ഇർവൈൻ എന്ന സ്ഥലത്ത് നമ്മുടെ ജോയ് അങ്കിളിൻ്റെയും റോസെല്ലാൻ്റെയും വീട്ടിലാണ്. രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഹോളിവുഡിലേക്ക് പോകാനുള്ള
ഒരുക്കമാണ്. അപ്പോൾ ഇടയ്ക്ക് ആൻറ്റിയുടെ ഈ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ബാക്കിയാറിലുണ്ട്, അത് കാണിക്കാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഇനിയും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. ഇവിടെ മാങ്ങ ഉണ്ട്, പിന്നെ പെസമ്പം, പിന്നെ ചാമ്പയ്ക്ക അവിടെ നോർത്തേൺ കാലിഫോർണിയയിൽ ഉണ്ടാകത്തില്ല, ഇവിടെ ചാമ്പയ്ക്ക ഉണ്ട്. അത് പ്രേമയ്ക്ക് ചാമ്പയ്ക്ക വേണമെന്ന് പറഞ്ഞു, ആൻറ്റി അത് തന്നുവിടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൊണ്ടുപോകും. അവരൊക്കെ രാമപുരംകാർ, അവർ ചാമ്പയ്ക്കൊക്കെ തിന്ന് ഭരിച്ചുകൊണ്ട് ഞങ്ങളുടെ അവിടെ കിട്ടത്തില്ല, സാൻ ഫ്രാൻസിസ്കോ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചാമ്പയ്ക്കയായിട്ടൊന്ന് പോകാൻ പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ആ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്, അപ്പം കൂടുതൽ വിഷ്വൽസ് കാണിക്കും. കീളയല്ലേ ഓറഞ്ച് വേണോ തമ്പി? വേണ്ട എല്ലാം ഉണ്ട് അവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു ഓറഞ്ച് ഒരു പ്രത്യേകതയാണ്. ഉണ്ട് എല്ലാം ഉണ്ട്. സോഹന് കഴിച്ചു അവിടെ നല്ല ഫേമസ് അവക്കാടോ വേണോ? ഒരു അവക്കാടോ ഇവിടെ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഉണ്ടായിരുന്നു. പഴുത്തില്ല, ഇത് പഴുത്തിട്ടില്ലേ? പച്ചല്ലേ? ഒരെണ്ണം ട്രൈ ചെയ്യണോ? ഞാൻ കഴിക്കില്ല, പ്രേമയ്ക്ക് എല്ലാം പ്രിയതമോട് ഇത്ര സ്നേഹമുള്ള നിങ്ങൾ തന്നു വിടുന്നോണ്ടാ, അല്ലേ കൊണ്ടുപോകുന്നു. ഇത് ഹവായി കരിവേപ്പിലയാണ് കേട്ടോ, ഹവായി കരിവേപ്പില. ഓക്കെ, അതൊക്കെ എടുക്ക. ഹവായി പരിപാടി ഇതാണ് ആന്റിയുടെ, ഞാൻ വെട്ടിക്കളഞ്ഞത് സ്പെഷ്യൽ കരിയാപ്പില. ഇത് അൽഫോൻസോ മാങ്കിയാണ് കേട്ടോ, ഹവായി എന്ന് വന്ന അൽഫോൻസോ മാങ്കിയാണ്. ആന്റി കൃഷിയോട് ഭയങ്കര ആഭിമുഖ്യമുള്ള ആളാണ്. ഇത് കണ്ടില്ലേ, കരിയാപ്പ് മാത്രമല്ല, ഓറഞ്ച്, പെസമ്പം, ചാമ്പയ്ക്ക. അതിനുശേഷം എൻ്റെ മുല്ലപ്പൂവിൽ എനിക്ക് പൂക്കൾ വിടണമെന്ന് തോന്നിയില്ല, എങ്കിലും വിടരുന്നു. ആർക്കും വേണ്ടാത്തവ മണ്ണിലലിഞ്ഞ് തീരുന്നു എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. ഞാനിനി വാഴയുടെ എടുത്തിട്ടോ, വാഴയുടെ. ആന്റി മറ്റേ നേരത്തെ പാടിയത് ഒന്നും കൂടെ പാടാവോ? ഏത്? ഈ നമ്മുടെ റോസ്ലിൻ ആന്റി നല്ലൊരു എഴുത്തുകാരി കൂടിയാണ്. ആന്റി കവിതകൾ എഴുതാറുണ്ട്, കഥകൾ എഴുതാറുണ്ട്. പൂന്തോട്ടത്തിൻ്റെ അതെ. ഞാൻ ആ ലിറിക്സ് കുറച്ചൊക്കെ മറന്നുപോയി. അല്ല, ആ തുടക്കത്തിൽ പാടിയത് തന്നെ ആന്റി ഒന്നുകൂടെ. തോട്ടക്കാരായ യേശുനാഥ ഞാനും നിന്നെ പനി ചെടികളിൽ വണ്ടുകളേറെ തെൻകുരുവിയേറെ പുഷ്പങ്ങളേറെ. ഓണാക്കിയാലേ ശരിയാവും. ഫ്രണ്ട് കൂടെ എടുത്തോ, മുമ്പിൽ കൂടി എടുക്കണം. ഫ്രണ്ട് ഫ്രണ്ട് എടുക്കണം. അവിടെ ഇല്ലേ എൻ്റെ കൃഷിയൊക്കെ വണ്ടിയെ വെച്ചിട്ട്. എല്ലാരും എടുത്തില്ല തമ്പി, പേരൊക്കെ എടുത്തില്ലേ? ഇനിയുണ്ട്, ആരും പറിക്കാനില്ല, ആന്റി മാത്രമേ ഉള്ളൂ. തമ്പി ഇതും കൂടി എടുക്ക്, പേരയ്ക്ക. ഇത് മിനിഡി കേട്ടോ, പ്രേമയ്ക്ക് സമ്മാനം. മയേഴ്സ് ലെമൺ മിനിഡി. ഇവിടുത്തെ പേരക്കല്ലേ? ഇത് പേരയ്ക്ക, മാങ്ങ, ഇത് പേരയ്ക്ക, അത് മാതളനാരകം, ഇത് ജജൂബ ഓർ ചൈനീസ് ആപ്പിൾ, അതാണ് അതിൻ്റെ. ഇതാണ് പെർസമിൻ. പെർസമിൻ മെക്സിക്കൻ സൂര്യകാന്തി. ഇത് ഐ വാസ് ബോൺ ഇൻ ഒക്ടോബർ. ഇപ്പം ലീബ്രകളുടെ പൂവ്, അത് വൈൽഡ് ഡേസി. ഈ പൂവിൻ്റെ പേര് ദുരാന്തേ, കന്യാസ്ത്രീക്കായ എന്ന് പറയും. നമ്മൾ പൂക്കളില്ലാത്ത സമയത്താണ് വന്നേക്കുന്നത്. ഇത് ഇസ് എ സൗത്ത് ആഫ്രിക്കൻ ഫ്ലവർ. ഇറ്റ് ഈസ് കോൾഡ് ലയൺസ് ടെയിൽ. ഒരു നോവൽ എൻ്റെ ഉണ്ട് കേട്ടോ, ബീബാം എന്നും പറയും. മാതൃഭൂമിയുടെ ഏറ്റവും പുതിയ. ഈ പൂവിൻ്റെ പേര് ബ്രസീലിയൻ സാഗ കേട്ടോ. ഓ ശരി. ഇത് നമ്മുടെ നാട്ടിലെ ഗാർഡീനിയ അല്ലെങ്കിൽ ഗന്ധരാജൻ. ഓ നല്ല. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ ഒരു സമയത്തിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ക്യാമറയും കൂടി ഒന്ന് കൊണ്ടുപോകും. ആകെ ഒരു 10 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ട് നമ്മുടെ
ദുഃഖമനുഭവിക്കുന്നവളുമായവള് ഇന്നലെ നീലം കൊണ്ടും പുരുഷരാഗം കൊണ്ടും ഞാൻ നിന്നെ അലങ്കൃതമാണ്. അപ്പം ഈ ഓണിക്സ് പൗണ്ടം കാണുമ്പോൾ ആൻറ്റിക്ക് ആ ചിന്തിയ വരുന്നത്. എല്ലാവരും നിൽക്കാം, ഫോട്ടോ എടുക്കാം. ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴ് ആൻറ്റി സമ്മാനിച്ച പൂവാണ് കേട്ടോ. ആ പൂവുമായിട്ട് ഞങ്ങൾ ഹോളിവുഡിലേക്കുള്ള യാത്ര. ഇപ്പോൾ സമയം 9 കഴിയുന്നു. വെറും 15 മിനിറ്റേ താമസിച്ചിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഇവിടെയൊക്കെ ഇത്ര വാമത്തുള്ള ഒരു അന്തരീക്ഷത്തിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരു സമയത്തിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത് കേട്ടോ. വളരെ തുറന്നു പറഞ്ഞാൽ ആ ആൻറ്റിയോടും അങ്കിളിൻ്റെയും ഒക്കെ ആ വീട്ടിൽ കൂടെ ഇരുന്നപ്പോഴേ എനിക്ക് സീരിയസ്ലി കുറച്ചുകൂടി സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് തമ്പിച്ചേട്ടൻ ഇങ്ങനെ ആകെ വഴി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൂടെ യാത്ര ചെയ്യുന്ന ഈ തമ്പി ആൻ്റണി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം പറയാനുണ്ട്. ഇദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ വനിതാ വില്ലേജ് ഓഫീസറായിരുന്ന മറിയക്കുട്ടിയുടെ മരുമകനാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ട ജോയി അങ്കിളില്ലേ, ആ ജോയി അങ്കിളിൻ്റെ സഹോദരിയാണ് ഈ മറിയക്കുട്ടി, കേരളത്തിലെ ആദ്യത്തെ വില്ലേജ് ഓഫീസറായിരുന്ന മറിയക്കുട്ടി. ആ മറിയക്കുട്ടിയാണ് നമ്മുടെ പ്രേമ ചേച്ചിയുടെ അമ്മ. തമ്പിച്ചേട്ടൻ്റെ വൈഫ് പ്രേമ ചേച്ചി ഉണ്ടല്ലോ. ആൻറ്റി കൃഷിയിലൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളാണ്, ഔട്ട്സൈഡൊക്കെ ഒത്തിരി വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഉള്ള ബേസിക് ഡിഗ്രി ഈസ് മെഡിസിൻ. ഷീസ് എ ഡോക്ടർ. ഷീസ് വിൽ പ്രാക്ടീസിങ് ഇൻ ഓറഞ്ച് കൗണ്ടി. എവറി ഡേ ഷീസ് വിൽ ഗോസ് എവറി ഡേ. സോ അത് നമ്മൾ പറഞ്ഞില്ല ഇത്ര നേരമായിട്ട്. നമ്മൾ ഇപ്പൊ കണ്ട റോസ്ലിൻ ആന്റിയെ കുറിച്ചായി പറഞ്ഞത് കേട്ടോ. ഈ തമ്പിച്ചേട്ടാ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത കാര്യമായത്. ഞങ്ങളിങ്ങനെ യാത്രക്കിടയിൽ നമ്മുടെ പ്രത്യേകിച്ചും ഈ നമ്മൾ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളൊരു ജീവിതത്തിൻ്റെ ഒരു മീനിങ്ലെസ്നെസ്സിനെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കുന്നത്. ഈ തമ്പിച്ചേട്ടൻ തന്നെ ഇപ്പം പറയായിരുന്നു, ഇപ്പം നമ്മുടെ അലക്സാണ്ടർ അല്ലേ അവസാനം, അലക്സാണ്ടർ ചക്രവർത്തി, after the end of the when he died, he put the hands outside of the coffin. I'm going without anything എന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ everybody has to go one day without anything. So whatever you make is zero value at the end. അല്ല, ഞാനിങ്ങനെ കുടുംബങ്ങളെ പറയുമായിരുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ഒരു കുടുംബം, നമ്മുടെ ഹീറോസ് നമ്മുടെ പേരൻസ് ആയിരുന്നു. നമ്മുടെ ഫാദറായിരുന്നു ഹീറോ. ആ ഒരു ചട്ടക്കൂട് നമ്മൾ മനസ്സിൽ ഏജ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഓർക്കും. അതൊക്കെ ഒരു പെട്ടെന്നങ്ങ് ഇല്ലാതെയാകുന്നൊരവസ്ഥ. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നമ്മുടെ മക്കൾക്ക് ആരും അല്ലാതാകുന്നൊരവസ്ഥ. പിന്നെ കൊച്ചുമക്കളുടെ കാര്യം പറയണ്ടല്ലോ. ഇപ്പം ഗ്രാമം എന്നൊക്കെ ശേഷം അത് ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. വി ഹാവ് ടു ഗോ ത്രൂ ദിസ്. നമ്മൾ ഈ ജീവിതത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിച്ച പല ആളുകളും ഇന്നില്ല. പേരൻസ് പോയി കഴിയുമ്പോൾ കുടുംബ ബന്ധം എല്ലാവരും ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു ബാല്യവും ആ കുടുംബവും ഒച്ചയും ബഹളവും വഴക്കുകളും എല്ലാം
ഇല്ലാതെയാകും. അതിനെപ്പറ്റി അതിൻ്റെ വാല്യൂ മനസ്സിലാകുന്ന when you get old ആണ്. പിന്നെ നമ്മൾ ഓർക്കും നമ്മളും അങ്ങനെ ഉള്ളൂ, നമ്മുടെ വാല്യൂ അത്രേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ദിവസം നമ്മൾ കിടപ്പാകുമ്പം നമ്മളും ആ അവസ്ഥയിലേക്ക് എത്തും. ബട്ട് ഡു വി ഹാവ് എനി ചോയ്സ്? ദാറ്റ്സ് എ വേ ലൈഫ് ഈസ്. ശരിക്കും പറഞ്ഞാൽ ലിവ് ഇൻ ദ പ്രസൻറ്റ് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ നാളേക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കരുതി വയ്ക്കുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല. ഉള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് പോകാൻ തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക. അല്ലാതെ ഒന്നിനുമില്ലൊരു നിശ്ചയം, വരും ഓരോ ദിശ വന്ന പോലെ പോവും. ഇത് പഴയ എം ഗോവിന്ദൻ്റെ ഒരു കവിതയുണ്ട് കേട്ടോ. ഇത് തന്നെയാണ്, ഇത് എല്ലാവർക്കും അറിയുന്ന. അതിലവസാനം അദ്ദേഹം ഒരു പോം കൂടെ ആഡ് ചെയ്തു, വരും ഓരോ ദിശ വന്ന പോലെ പോം പോം പോം. ഒരു കാരണമല്ലേ, എവറി ഡേ ഈസ് എ ബോണസ്. അതെ, live for day. We don't know what's going to happen tomorrow. Doesn't matter how old you are. Anything can happen to anybody. There's a lot of people dying without any reason. So enjoy your life as long as you can. If you have an aim, work hard to reach that aim. I think there is only 3 kind of people in the world. The first category, they dream lot of stuff. They don't do anything, they just dream. Like couch potatoes പറയില്ലേ, I want to be that, I want to be this. സ്വപ്ന ലോകത്തായിരിക്കും. പക്ഷെ സെക്കൻഡ് കാറ്റഗറി, they dream and they work hard to achieve the dream. After that they thought, oh, I have a nice house and family, I'm rich, my kids are all good. Then they kind of retire, they enjoy the life, they had enough, they achieved their dreams. But the third category is people, they never stop dreaming. After they achieve that dream, they see another dream, many dreams. That's why I always say you have to have many dreams to be successful. And they are actually, I don't know, they are successful. ഇപ്പോൾ വലിയ ബിസിനസ്സുകാർ, ടാറ്റ, ബിർള, ബിൽ ഗേറ്റ്സ്, they never stop dreaming. That's why they are reached at the top, right? So for them, I don't know how happy they are. They're probably busy. Bill Gates, Bill Gates and Apple CEO speech, he died of cancer. അപ്പോൾ അങ്ങനെയൊക്കെ ഈ സ്വപ്നങ്ങൾ കണ്ടിട്ട് വീണ്ടും സ്വപ്നങ്ങൾ കാണുകയും അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണോ നല്ലത്, അതോ എല്ലാം ആയി കഴിയുമ്പം ജസ്റ്റ് റിലാക്സ്? ബട്ട് ദ തേർഡ് കാറ്റഗറി, they never stop dreaming, they continue to achieve. They are the one contribute to the society. In my opinion, they are sacrificing their life for the society. തമിഴ്ചേട്ടൻ ഇത് പറഞ്ഞപ്പോഴും പറയാൻ തോന്നിയ ഒരു കാര്യമാണ്, ഇടയ്ക്ക് ഒരു സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു ഫിഷർമാൻ ആൻഡ് CEO എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി ഇപ്പം ഞാനത് മിക്കവാറും ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ കഥ ജസ്റ്റ് ഒന്ന് നിങ്ങളടുത്ത് പറയാം. അത് ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ പിന്നിലുള്ള പ്രധാന കാര്യവും അതൊരു ഈ CEO എന്നൊക്കെ ഉള്ളത് നമ്മളുണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ബേസിക്കലി അതൊരു സെൻ കഥയാണ്. അപ്പോൾ ആ സെൻ കഥയിൽ നിന്ന് ഇൻസ്പയർഡായിട്ട് എഴുതിയ ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഈ സെൻ കഥ മിക്കവാറും പലർക്കും അറിയുന്നതാണ്. അപ്പോൾ നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഞാനത് പറയാം. അതായത് നമ്മളുടെ ഒരു ബീച്ച് സൈഡിൽ, ഞങ്ങൾ ആക്ച്വലി അത് പണ്ട് ഇവിടെ നയാഗ്രയിൽ ചെയ്യാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ന്യൂയോർക്ക് സൈഡിലെ. അപ്പോൾ ആ ന്യൂയോർക്ക് സൈഡിലെ നയാഗ്രയിൽ ഒരു പ്രത്യേക സ്പോട്ടുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാനഡയും നയാഗ്രയിലെയും കാനഡ സൈഡിൽ നിന്നും ന്യൂയോർക്ക് സൈഡിൽ നിന്നുമുള്ള നയാഗ്ര വാട്ടർഫോൾസ് ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു വലിയ ലോങ് ഷോട്ട് കിട്ടുന്ന ഒരു പാറയുടെ മുകളിലുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളത് ചെയ്യാൻ ആലോചിച്ചിരുന്നതാണ് മുൻപ്. അപ്പോൾ അവിടെ നിന്നാൽ ഈ നയാഗ്രയിലെ ആ ഫയർ വർക്ക്സും ഒക്കെ ഭയങ്കര രസമായിട്ടുള്ള വ്യൂവും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ സ്ഥലത്ത് എനിവേ ഒരു വാട്ടർഫോൾസിനടുത്തുള്ള ഒരു പാറ എന്ന് മനസ്സിലിങ്ങനെ സങ്കല്പിക്കുക.
അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നു. ഒരു കണ്ടാൽ നമുക്ക് ഞങ്ങളതിന് ബോൺജുവർ എന്നാണ് ആ ക്യാരക്ടറിന് പേരിട്ടിരുന്നത്. ഇദ്ദേഹം ഒരു യാത്രക്കാരനാണ്. ഒരു നമ്മുടെ കീറിയ ജീൻസും ഒക്കെ ആയിട്ട് ഒരു കൗബോയ് തൊപ്പിയൊക്കെ വെച്ചിട്ട് വലിയ ഒരു ഭാണ്ഡവും ഒക്കെ ആയിട്ട് ഉള്ള ഒരു മനുഷ്യൻ. നമ്മുടെ ഒരു സുനിൽ സുഖതയൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു വളരെ തടിച്ച ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം കിടന്ന് ഉറങ്ങുകയാണ് ഈ പാറമുകളിൽ. തൊട്ടടുത്ത് ഇദ്ദേഹം ചുട്ട് കഴിച്ച ഒരു വലിയ മീനിൻ്റെ ഒരു എല്ലുകളും അങ്ങനെയുള്ളതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതേ വെള്ളച്ചാട്ടത്തിൻ്റെ തന്നെ വേറൊരു ഭാഗത്ത് ഒരു ലാപ്ടോപ്പൊക്കെ ആയിട്ട് വളരെ അപ്പോഴും ഈ വീഡിയോ കോളും മറ്റേ ഒഫീഷ്യൽ കോൺഫറൻസും ഒക്കെ ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു CEO ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു വളരെ എല്ലാവരും റിലാക്സ് ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലാണെങ്കിൽ കൂടി അദ്ദേഹം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ബിസി ആയിട്ടുള്ള മനുഷ്യനാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം കാണും. ഈ പാറയിൽ ഈ ബോൺജുവർ കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ഈ CEO വരും. എന്നിട്ട് അവർ തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ട്. അപ്പോൾ അതിലാദ്യം CEO ചോദിക്കുന്നത്, നിങ്ങൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഇന്ന് ഇവിടെയാണ്, അപ്പോൾ ഇന്നെനിക്ക് വിശന്നു, അപ്പോൾ ഞാൻ ഒരു ചൂണ്ടയിട്ടിട്ട് ഒരു മീൻ പിടിച്ചു, ആ മീൻ ഇങ്ങനെ ചുട്ട് കഴിച്ചു, അപ്പോൾ എൻ്റെ വിശപ്പ് മാറി, അങ്ങനെ ഞാൻ സുഖമായി ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഈ CEO പറയും, നിങ്ങളൊരു മണ്ടനാണ്, നിങ്ങൾ ആക്ച്വലി ഈ ഒരു മീൻ പിടിക്കാൻ നിങ്ങൾക്ക് എത്ര സമയമെടുത്തു? ഞാനതൊരു 10 മിനിറ്റ് ചൂണ്ടയിട്ടപ്പോൾ ഒരു മീൻ കിട്ടി. നിങ്ങളൊരു 10 മിനിറ്റ് കൂടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 1 or 2 മീൻ കൂടുതൽ കിട്ടുമായിരുന്നു. ആ മീനെ നിങ്ങളൊരു മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ കാശ് കൊണ്ട് നാളെ 2 ചൂണ്ട വാങ്ങിക്കാമായിരുന്നു. അപ്പോൾ ഈ ബോൺജോർ വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, എന്നിട്ട് അല്ല ഇങ്ങനെ 2 ചൂണ്ട വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നാളെ ഈ 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 മീനിനെ പിടിക്കാൻ പറ്റും. 20 മിനിറ്റ് നിങ്ങൾ ഇരുന്നാൽ 4 മീനിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ ആ മീനിനെ നിങ്ങൾ ഒരു മീൻ കഴിച്ചിട്ട് ബാക്കിയുള്ള ഈ 3 മീനുകൾ നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും വരുമാനം ഉണ്ടാവും. വീണ്ടും നിങ്ങൾക്ക് 1 ചൂണ്ട കൂടെ വാങ്ങിക്കാം. അങ്ങനെ ഇയാൾ പറഞ്ഞ് അവസാനം ഈ ബോൺജോർ, ഇപ്പോൾ ബോൺജോർ ഓരോന്ന് കഴിയുമ്പോഴും എന്നിട്ടെന്ന് പറഞ്ഞിട്ട് വളരെ ആകാംക്ഷയോടെ ചോദിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഇയാൾ പറയും, നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അവസാനം ഈ CEO പറഞ്ഞ് ഇയാളൊരു വലിയ ഷിപ്പും ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു വലിയ മീൻ കച്ചവടക്കാരനാക്കിയിട്ട് ഈ ബോൺജോറിനെ മാറ്റി. എല്ലാം അപ്പോഴും വീണ്ടും എഗെയിൻ ഈ ബോൺജോർ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഇയാൾ പറഞ്ഞു, എന്നിട്ടെന്താ നിങ്ങൾക്ക് ഇങ്ങനെ, നിങ്ങൾ വലിയ ഒരു ധനികനായി നിങ്ങൾക്ക് വലിയ ഒരു ബംഗ്ലാവ് പോലുള്ള ഒരു വീടൊക്കെ പണിത് അതിനകത്ത് ഒരു വലിയ ബെഡ്റൂമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് സുഖമായി കിടന്ന് ഉറങ്ങിക്കൂടെ? അപ്പം ബോൺജോർ തിരിച്ചു ചോദിക്കും, താങ്കൾ വരുമ്പോൾ ഇത് തന്നെയല്ലേ ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നത്? കഷ്ടപ്പെടുന്നല്ലേ? അതെ. അപ്പോൾ നമ്മളിപ്പോഴും ഇത്ര നേരം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന് അത്രേ അർത്ഥമുള്ളൂ. നമ്മൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ് സുഹൃത്തുക്കളെ ജീവിതം. ഇതിന് വേറൊരു ഓപ്പോസിറ്റ് കഥയുണ്ട്. അതായത് ഒരാളിങ്ങനെ ജോലി അന്വേഷിച്ച് ഇവിടെ വന്നു, അമേരിക്ക വന്നിട്ട്, ഇമിഗ്രൻ്റാണ്. ഒത്തിരി ഒരിടത്തും ജോലി കിട്ടില്ല. അവസാനം ഒരു കമ്പനിയിൽ പുള്ളിക്കൊരു ജോലി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് അവിടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ടൊക്കെ. അപ്പോൾ അവസാനം ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ചോദിച്ചു, കൻ ഐ ഹാവ് യുവർ ഇമെയിൽ അഡ്രസ്? ഓ നോ, ഐ ഡോണ്ട് ഹാവ് എനി ഇമെയിൽ, ഐ ഡോണ്ട് സ്പീക്ക് ദാറ്റ് ഇംഗ്ലീഷ്, ഐ ഡോണ്ട് നോ ഹൗ ടു റൈറ്റ്. ഓ ദെൻ യു ക്യാൻ ഹാവ് എനി ജോബ് ഹിയർ, ദിസ് ഈസ് എ മോഡേൺ വേൾഡ്, നോ ഇമെയിൽ, ദെൻ ഹൗ ക്യാൻ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു? നിരാശനായിട്ട് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കുറേ നടന്ന് അവസാനം പുള്ളി ഈ ഫാമിൽ ചെന്നപ്പം അവിടെ ഈ മാങ്ങായും പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, വളരെ വിലക്കുറവാണ്. അങ്ങനെ ഇരുന്നപ്പം പുള്ളിക്കൊരു ഐഡിയ, ഇവിടെ വിലക്കുറവാണല്ലോ, ഇവിടുന്ന് കുറേ പച്ചക്കറിയൊക്കെ മേടിച്ച് നടന്ന് മറ്റേ കടയിൽ കൊണ്ട് കൊടുത്താൽ കുറച്ച് ലാഭം കിട്ടും. അങ്ങനെ പുള്ളി അതൊക്കെ ആദ്യം കുറേ പച്ചക്കറിയൊക്കെ മേടിച്ച് കൊണ്ട് കൊടുത്തു, ഫ്രൂട്ട്സൊക്കെ കൊണ്ട് കൊടുത്ത് കുറച്ച് ഡബിൾ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ പുള്ളി ഒരു ഉന്തുവണ്ടി എടുത്തു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ലാഭമായപ്പോൾ പ്രോഫിറ്റ് ഡബിളല്ലേ, ഒരു വണ്ടി തരാമെന്ന് പറഞ്ഞു, പിക്കപ്പ് ട്രക്ക് പറഞ്ഞു. അങ്ങനെ അതും പുള്ളി അവർ തന്നെ ഒരു വണ്ടി കൊടുത്തു, ചെറിയൊരു പഴയ ഒരു പിക്കപ്പ് ട്രക്ക് കൊടുത്തു. അങ്ങനെ ബിസിനസ്സിനെ വിപുലീകരിച്ചു.
അവസാനം ഇവനിങ്ങനെ ലാഭം ഉണ്ടാക്കിയപ്പോൾ അവർ തന്നെ എൻകറേജ് വൈ നോട്ട് ടു ബൈ എ ട്രക്ക്, ബിഗ് ട്രക്ക്, ദെൻ യു ക്യാൻ സപ്ലൈ ടു ഡിഫറെൻറ്റ് സ്റ്റോർസ്, ദെൻ യു ക്യാൻ ബി എ ബിഗ് മണി മേക്കിംഗ് ആയിരുന്നു. വലിയ ബിസിനസ് അങ്ങ് ഫ്ലറിഷ് ചെയ്തു. 10-15 ട്രക്കൊക്കെ ആയി വലിയൊരു കമ്പനിയുടെ ഉടമസ്ഥനായി, CEO ആയി. അപ്പോഴത്തേനും വേറൊരു വലിയ കമ്പനി ഇവനോട് ചോദിച്ചു, വി ലൈക്ക് ടു ബൈ യുവർ കമ്പനി, സിൻസ് യു ആർ ബിഗ് വി ക്യാൻ മേർജ് വിത്ത് അസ് ആൻഡ് വി ക്യാൻ മേക്ക് മോർ പ്രോഫിറ്റ്, വി ക്യാൻ ഗിവ് യു ഷെയർ. അപ്പോൾ പറഞ്ഞു ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അവർ ചോദിച്ചു, ഐ വിൽ സെൻഡ് യു ആൻ എഗ്രിമെൻറ്റ്, ഗിവ് യുവർ ഇമെയിൽ അഡ്രസ്സ്. സെഡ് എനിക്കൊരു ഇമെയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടം വരെ എത്തുകയില്ലായിരുന്നു. കാരണം ഇമെയിൽ ഞാനിപ്പോഴും ആ കമ്പനിയിലെ തൂപ്പുകാരനായിട്ടും ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ആളായിട്ട് ഇപ്പോഴും അവിടെ കഴിഞ്ഞാൽ. അതാണ് അതൊരു ജീവിതത്തിലൊരു പാഠമാണ്. പലപ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് പലരും റിജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരുന്നു. അപ്പോൾ ആ ഇമെയിൽ അന്നുണ്ടായിരുന്നെങ്കിൽ പുള്ളിയുടെ ഭാവി എവിടെയായിരുന്നു? അതുകൊണ്ട് വി ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. ഇടതുവശത്ത് കാണുന്നതാണ് ലോസ് ഏഞ്ചലസ്. എല്ലാ കലാകാരന്മാരുടെയും സിനിമാക്കാരുടെയും സ്വപ്ന നഗരമായ ഹോളിവുഡൊക്കെ ഉള്ള ലോസ് ഏഞ്ചലസ്. അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈനയിലൊക്കെ തുടങ്ങി, ഇവിടെ പരീക്ഷിക്കാൻ തുടങ്ങിയത്. ട്രാഫിക്കിന് മുകളിൽ കൂടെ പോകാല. അത് പഴയ ഒരു ബ്രൂസ് വില്ലീസിന്റെ സിനിമയുണ്ടേ, മറ്റെന്താ ഫിഫ്ത്ത് എലിമെന്റ് എന്നൊരു അതിനകത്തുണ്ടല്ലേ. അതിൽ ഓൾറെഡി ഈ ഫ്യൂച്ചർ ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പറന്ന് വന്നിറങ്ങുന്ന കാറുകൾ. അതല്ലേ, ഇതെല്ലാം സ്വപ്നങ്ങളാണ് തുടക്കം. പിന്നീട് ആ സ്വപ്നത്തിന് വേണ്ടിയുള്ള ഹാർഡ് വർക്കല്ലേ സിനിമയിലാണ് അത് കാണിക്കുന്നത്. ഭാവന എല്ലാം കലാകാരന്മാരാണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം. അവരുടെ സ്വപ്നങ്ങളാണ്. സയൻസ് മാത്രമല്ല.
ഹായ് സന്ദീപ്. ഹലോ. നമ്മളിങ്ങനെ ഹോളിവുഡിലെ ഒരു ഡബ്ബിംഗ് തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ഇത് ഡബ്ബിംഗ് തിയേറ്ററല്ല, ഇത് ഞാൻ ഡബ്ബിംഗ് തിയേറ്ററിനോട് ചേർന്നിട്ടുള്ള ഈ ഗസ്റ്റ് റൂമിലാണ് ഞാനിപ്പോൾ. ഞങ്ങളിപ്പോൾ ഇവിടെ ഹോളിവുഡിൽ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലാണ്. സന്ദീപും ഞാനുമായിട്ടുള്ള സീൻസാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇറ്റ്സ് അബൌട്ട് ടു സ്റ്റാർട്ട് in Hollywood because most of the movies I did was a sync sound. So it's a new experience dubbing for an English movie. This is, what's your name? I forgot. Henry. Henry. This is Henry. Hey, oh, Henry, is that okay? I will be taking. Actually, I'm doing a travelogue. Yeah. Okay. So we're here at Beverly Films. I will create the dubbing for the feature film. Amazing team. You know, it's very important for any movie you create to have great team because everything is going from the heart to the soul of the people who will watch this film. So it's very important, and we have amazing team. So stay tuned, and you will see this movie very soon. Okay, Henry. Thank you. Okay, next. ആക്ച്വലി ഡബ് ചെയ്യുന്നതിന് മുമ്പ് ഒരുങ്ങുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ തമ്മിച്ചേട്ടനോട് ചോദിച്ചപ്പോൾ തമ്മിച്ചേട്ടൻ പെട്ടെന്ന് മുടിയൊക്കെ അഴിച്ചിട്ട് കേട്ടോ ഡബ്ബിങ് തിയേറ്ററിലെത്തിയപ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ അഭിനയിക്കാൻ പോവാണോ ഡബ് ചെയ്യാനല്ലേ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ തമ്മിച്ചേട്ടൻ പറഞ്ഞ മറുപടി എന്താണെന്ന് കേൾപ്പിക്കാം. എൻ്റെ കഥാപാത്രത്തിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാണുമ്പോൾ നമുക്കൊരു പഴയ ഓർമ്മകളും കഥാപാത്രമായിട്ട് കുറച്ചുകൂടെ ഒന്ന് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ. എവറിത്തിങ് ഈസ് സൈക്കോളജിക്കൽ. അതെ, തമ്മിച്ചേട്ടൻ കഥാപാത്രമായി മാറിയതാണ് ഗൈസ്. ബീയിങ് ദ ക്യാരക്ടർ ഫസ്റ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ഡബ്ബിങ്, റൈറ്റ്? Hey Sandy. Hey Sandy, I'm good. How are you? How's everything? And the strategy is you're watching and then giving your it will match and then I'll push it your phrases. Okay. That's that. So I can hear the sound. Yes. That is disturbance now, right? Hey Sandy, I'm good. How is everything? Okay. Hey Sandy, I'm good. How is everything? Almost. Yeah. Almost. That's good. Hey Sandy, I'm good. How is everything? Oh, okay. Yeah. Let's do it a little bit closer to the mic okay. because he's talking more, not like for loud. Or Okay. Hey Sandy, I'm good. How is everything? Let's see. Yes. Bangkok is waiting for you. One more time. Let me do this because it's then starting he- immediately. Just hear how you said there and record after. Okay. Wait until you finish there, then give this and I'll do that. One more time. One more time.
Bangkok is waiting for you. Now we are taking a short break because Sandeep want to dub the rest of that. Then I'll start again. Look like it's a whole day process. Then after that we have a long drive to San Francisco. Anyway, we are trying our best to finish today. Henry's helping us. It's right away. Yeah, To that's the right. point. Yeah. So I'm trying. yeah, it's a good combination also for the brain, how brain works. Mm-hmm. You need to be on timing, And the tune like tune, change, and emotion. like how you said mama and dad, I changed the tune. So In most of the Hollywood films, dubbing is not that much common, right? Most of the films will be doing with sing sound. Yeah, the sound is very important. You know, we several years ago we did a test. We took very bad sound and amazing video, like super sharp quality, and we did not so good video and amazing sound. And from the audience that we did this test with, the most important for audience is audio. If the audio is amazing and everything is good, people can forgive like visual not so perfect. But as soon as visual amazing but sound is bad, it's, you know, I know why. Because audio is going directly to the heart, and try to open music, for example meditation music. Immediately you will go somewhere and you will be calmed down. Or some like heavy metal, you will be like very like more powerful and aggressive. So this is how music works for us. Okay. Oh, that is so nice. That was a very awesome observation you shared. Yes. And that experiment was amazing. But my question was, dubbing is important, or is it will be better to do sing sound, which will make a movie better, in your opinion? Yeah, for me, dubbing is very important, and dubbing is always good to see. It's also psychologically. Yeah, what you prefer, dubbing or sing sound? I very like dubbing for myself and for Why? my experience. I'm from Ukraine, so in Ukraine, all my life we watched dubbed movies. So even filmed. Like maybe 98% films was dubbed from different languages, and when I'm hearing now original sound, it's you know, I feel much better when I hear this dubbing. I feel like, especially when actors like ours, actors amazing, very talented, they do amazing job to transform the emotions. I like the way Henry supervise and making things happen, because he's very calm and quiet. So he's in a good mood, and he's doing a great job so far. Thank you so much. Thank you. This industry in general, it's a lot of fun, a lot of entertainment, and it's only one way. If you are satisfied, you have good time with great people, then you're transforming it to the screen. If you're in bad mood, take a break. That's it. നമ്മളിപ്പോഴ് ഈ ഡബ്ബിംഗ് തിയേറ്റർ വെച്ചിട്ട് പരിചയപ്പെട്ട ഇവിടുത്തെ സൗണ്ട് റെക്കോർഡിസ്റ്റ് ഹെൻറി. ഇദ്ദേഹം യുക്രൈൻകാരനാണ്. അപ്പോൾ ഹെൻറിയോട് യുക്രൈൻകാരനായതുകൊണ്ട് തന്നെ നമ്മുടെ യുദ്ധത്തെക്കുറിച്ചൊക്കെ ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ ഹെൻറി പറഞ്ഞ ഒരു വലിയ ഒബ്സർവേഷനുണ്ട് കേട്ടോ. ലോകത്തിലെ എല്ലാ ഇപ്പോൾ വേൾഡ് വാർ ഫസ്റ്റിനും സെക്കൻഡിനും ഒക്കെ മുൻപ് ഒരു ട്രയൽ പീരീഡ് ഉണ്ടായിരുന്നു. വെറുതെ ബോംബെടുത്തിട്ട് പല സ്ഥലത്തേക്കും എറിയുക, ഓരോന്നിനും എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പരീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞൊരു പരീക്ഷണഘട്ടം യുദ്ധത്തിന് മുൻപുള്ള ഒരു ട്രയൽ പീരീഡ് എല്ലാ വലിയ യുദ്ധങ്ങൾക്കും മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഹെൻറിയുടെ ഒരു ഒബ്സർവേഷൻ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൻറി പറയുന്നത് വി ആർ ഗോയിങ് ത്രൂ സച്ച് എ ട്രയൽ പീരീഡ് എന്നുള്ളതാണ്. അതൊരു വലിയ മുന്നറിയിപ്പാണ്. നമ്മളൊരു ലോകം ഒരു വലിയ യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നു എന്നാണ് ഹെൻറിയുടെ ഒരു വിചാരം. നമ്മളിപ്പോൾ കണ്ടതും ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഒരു ലോ ബഡ്ജറ്റ് ഫിലിംസൊക്കെ ചെയ്യുന്ന ഒരു ഡബ്ബിംഗ് തിയേറ്റർ ആയിരിക്കാം. ഇതിലും വലിയ ഒരുപാട് ഡബ്ബിംഗ് തിയേറ്റേഴ്സ് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഒരു വലിയ ഹോളിവുഡ് ഫിലിംസും ഒക്കെ ഇപ്പോൾ ഒരു ഡബ്ബിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഒരു വലിയ തിയേറ്ററിലായിരിക്കും. പക്ഷേ ഈ ഡബ്ബിംഗ് തിയേറ്ററിലെ ഫെസിലിറ്റീസിനേക്കാളും എനിക്കിവിടെ അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയത് ഈ ഗസ്റ്റ് റൂമിലും ഇപ്പോൾ ഡബ്ബിംഗ് തിയേറ്ററിന് അകത്തുമൊക്കെയുള്ള ഇവിടുത്തെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഈ ഗസ്റ്റ് റൂമിൽ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് ആക്ച്വലി എനിക്ക് ഇവിടെ എന്താണ് ഇവിടുത്തെ പരിപാടി എന്നുള്ളത് കറക്റ്റ് ഒരു പിടി കിട്ടിയത് കേട്ടോ. ആക്ച്വലി ഇത് നമ്മൾ ഈ ഹോളിവുഡ് ഡബ്ബിംഗ് തിയേറ്റർ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഈ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ദുബായ് മീഡിയ സിറ്റി പോലൊക്കെ ഇപ്പോൾ പ്രധാനമായും മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്ത് ഡെഫിനറ്റ്ലി ഒരു ഡബ്ബിംഗ് തിയേറ്ററുണ്ട്. നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ഡബ്ബിംഗ് തിയേറ്റേഴ്സ് ഉണ്ടാവും പല രീതിയിലുള്ള. പക്ഷേ ഈ ഞാൻ നിൽക്കുന്ന ഈ ഗസ്റ്റ് റൂമൊക്കെ വെറും ഗസ്റ്റ് റൂം മാത്രമല്ല. ഇത് പലപ്പോഴും ഒരു ചെറിയ ഈ പോഡ്കാസ്റ്റും യൂട്യൂബ് വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ ഈ ഹോളിവുഡിലുള്ള ഫിലിം മേക്കേഴ്സ്, അതെനിക്ക് തോന്നുന്നു നമ്മളിപ്പോഴാണ് പലപ്പോഴും ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് കാറ്റഗറി ഓഫ് ഫിലിം മേക്കേഴ്സ് എന്നാണല്ലോ ഇവരെയൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അതെനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഗസ്റ്റ് റൂമിൽ കുറച്ച് നേരം നമ്മളെ ഈ നേരത്തെ എടുത്ത കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ വച്ചിട്ട് തന്നെ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു, ഒരു 2 പോയിൻറ്റ് ഇൻ്റർവ്യൂ ഒക്കെ. അതൊരു സൗത്ത് കൊറിയയിലെ ഒരു യൂട്യൂബറാണ് അത് എടുത്തത്. അപ്പോൾ കുറച്ച് നേരം അവരുടെ ഹൗ ദേ ആർ മേക്കിംഗ് യൂട്യൂബ് വീഡിയോസ് എന്നുകൂടി കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഡബ്ബിങ്ങൊക്കെ പൂർത്തിയാക്കി ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ടത് തന്നെ ഏറെ വൈകിയാണ്. സമയം അപ്പോൾ ഏകദേശം 10 മണിയോട് അടുത്ത് ആയിട്ടുണ്ടായിരുന്നു രാത്രി. ഒരു മുഴുവൻ ദിവസം ഡബ് ചെയ്തതിൻ്റെ ക്ഷീണത്തോടെ കുറേ സമയം തമ്പിച്ചേട്ടൻ കിടന്ന് ഉറങ്ങി. ഞാനായിരുന്നു കൂടുതൽ സമയവും വണ്ടി ഓടിച്ചത്. തിരിച്ച് ഞങ്ങൾ അലാമോയിലെ തമ്പിച്ചേട്ടൻ്റെ വീട്ടിൽ, സാൻ ഫ്രാൻസിസ്കോയിലെ അലാമോയിൽ ഞങ്ങൾ എത്തിയപ്പോൾ പുലർച്ചെ ഏകദേശം 3:30 ആയിട്ടുണ്ടായിരുന്നു സമയം.